Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തി ഓവർവ്യൂ? Characteristics of incidents. Characteristics വരെ അല്ലേ? Okay. അത് കംപ്ലീറ്റ് ആയിരുന്നോ ക്യാരക്ടറിസ്റ്റിക്സ്? കംപ്ലീറ്റ് ആയിരുന്നോ? കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. ഓക്കെ. എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലെ? എന്തൊക്കെയാണ്? മറന്നുപോയോ നോക്കട്ടെ. എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞ എന്താ? ഞാൻ ആ ഒരു ക്ലാസ്സിൽ ഉണ്ടായില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? രോഗത്തിന്റെ അവസ്ഥ എന്താണ്? അതെ, ആ ഒരു രോഗത്തിന്റെ കണ്ടീഷൻ എന്താണ് അല്ലെ, അവിടുത്തെ ആ ഒരു പോപ്പുലേഷന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് ഇത് ചെയ്യുന്നത് വഴി കിട്ടുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? രണ്ടാമത്തെ എന്താ കാര്യം? ഒരു സ്പെസിഫിക് ടൈമിലുള്ള റിസ്ക്. അതെ, ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറയുന്നുണ്ട് അല്ലെ, ആ ഒരു നിശ്ചിത കാലയളവിനുള്ളില് എത്രത്തോളം ഡിസീസിന്റെ അപകട സാധ്യത ആ ഒരു പോപ്പുലേഷൻ ഉണ്ട് എന്നതിനെ കുറിച്ചുള്ളൊരു കണക്ക് അല്ലെങ്കിൽ ഒരു മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുവഴി സഹായിക്കുന്നുണ്ട്. ദെൻ മൂന്നാമതായി നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ പോപ്പുലേഷന്റെ റിസ്ക് ആണ് നോക്കുന്നത് അല്ലെ, അല്ലാതെ ഒരു സിംഗിൾ പേഴ്സണെ വെച്ചല്ല, ഒരു വ്യക്തിയെ വെച്ചിട്ടല്ല നമ്മൾ അവിടെ കണക്കാക്കുന്നത്. ഒരു പോപ്പുലേഷന് എത്രത്തോളം അപകട സാധ്യതയുണ്ട്, അതിൽ എത്രത്തോളം ആളുകൾക്ക് രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു കണക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നതും അങ്ങനെയാണ് നമുക്ക് ഇൻസിഡന്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും. ദെൻ ഫോർത്ത് നമ്മൾ എന്താ പറയുന്നത്? പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഈ ഒരു ഇൻസിഡൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തുമ്പോൾ അത് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? മറ്റു രോഗങ്ങളൊന്നുമില്ലാതെ ഫ്രീ ആയിരിക്കണം. ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസിൽ പറഞ്ഞത് അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസ് ഓഫ് ഇൻസിഡൻസ്. എന്തൊക്കെയാണ് ഇൻസിഡൻസിന്റെ യൂസ് അല്ലെങ്കിൽ ഉപയോഗങ്ങൾ? നോക്കിയേ. Explains the risk of disease occurrence over time. എന്താ? ഓരോ സമയവും വരാനുള്ള അല്ലെ, രോഗം വരാനുള്ള സാധ്യത വിശദീകരിക്കുന്നു. ഇതാണ് explains the risk of disease occurrence over time. ഓരോ സമയവും രോഗം വരാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട് അല്ലെ, ആ ഒരു ടൈം പീരീഡിൽ ഏതൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അടുത്ത ടൈം പീരീഡിൽ ഏതൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ നമുക്ക് ഓരോ സമയവും രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായി പറയുന്നത് യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് ആസ് ടു പ്രിപ്പയർ റിസോഴ്സസ് ടു കോംബാറ്റ് ഇവന്റ്സ്. എന്താ യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധ നടപടികൾ അല്ലെ, പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്യാനായിട്ട് ഉപയോഗപ്രദമാണ്. എന്താണ് പ്രതിരോധ നടപടികൾ എന്ന് പറയുമ്പോൾ? ഒരു പോപ്പുലേഷനിൽ ഒരുപാട് അസുഖങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസ് അവരെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ എങ്ങനെയാണ്? അപകട സാധ്യതയുള്ള ഒരു പോപ്പുലേഷൻ അല്ലെ, റിസ്ക് ആണ്, ആ പോപ്പുലേഷൻ റിസ്കിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു പോപ്പുലേഷനിൽ ആ ഡിസീസ് വന്നത് കൊണ്ടല്ലേ ഇത് റിസ്ക് ആയത്. അപ്പൊ ആ ഡിസീസ് ഉള്ളവരെ എന്ത് ചെയ്യണം? ഇതൊരു പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്താൽ ആ ഒരു പോപ്പുലേഷനിലുള്ള ആളുകളെ ആ രോഗത്തിൽ നിന്നും
വിമുക്തരാക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രതിരോധ നടപടിക്രമങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻസ് റേറ്റ് എടുക്കുന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. Then as to prepare resources to combat events എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇവിടെ ഓരോ ഇൻസിഡൻസ് നടക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിനുള്ള അത് തന്നെ പറയുന്നത് അവിടെ അതിനെ തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. 2 പോയിന്റ്സ് ആണ് നമ്മുടെ യൂസസിന് പറഞ്ഞത്. ഫസ്റ്റ് യൂസസിന് പറഞ്ഞ എന്താ, എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഓവർ ടൈം. ഓരോ സമയത്തും രോഗങ്ങൾ വരുന്നതും വരാനുള്ള സാധ്യതകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ വിശദീകരിക്കാനായിട്ട് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ പറഞ്ഞ എന്താ, യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഒരു പോപ്പുലേഷൻ എന്താണ് റിസ്കിലാണെന്ന് കണ്ടെത്തിയാൽ ആ പോപ്പുലേഷനിലുള്ള ആളുകളെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറ്റണം അല്ലെ, സുഖം പ്രാപിച്ച് ക്യൂറാക്കി കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ ബെറ്റർ ആക്കി കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അവരെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധ നടപടിക്രമങ്ങൾക്ക് ആസൂത്രണം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. Then next എന്താ പറഞ്ഞേ, as to prepare resources to combat events. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇങ്ങനെയുള്ള രോഗങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ തയ്യാറാക്കാനും നമുക്ക് ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. Then fourth one ആണ് compare the risk of disease between 2 or more populations. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ പോപ്പുലേഷൻസ് തമ്മിൽ നമുക്ക് ആ ഒരു പോപ്പുലേഷൻസ് ഒരു 2 പോപ്പുലേഷൻ എടുക്കണം അല്ലെങ്കിൽ 3 2 അതിൽ കൂടുതലോ പോപ്പുലേഷൻസ് എടുത്തിട്ട് ആ ഓരോ പോപ്പുലേഷനിലും ഇൻസിഡന്റ് റേറ്റുകൾ എടുത്ത് ഏത് പോപ്പുലേഷനിലാണ് കൂടുതൽ അപകട സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏത് പോപ്പുലേഷനിലാണ് കൂടുതൽ രോഗം ബാധിച്ചവരുള്ളത് എന്ന രീതിയിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് വഴി സാധിക്കുന്നത്. എന്താണ്, കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസ് ബിറ്റ്വീൻ 2 or more populations. 2 അതിൽ കൂടുതലോ പോപ്പുലേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓരോ പോപ്പുലേഷനിലും രോഗം വരാനായിട്ടുള്ള അപകട സാധ്യത എത്രത്തോളം ഉണ്ട്, ഇനി എത്രത്തോളം നിലവിൽ അവിടെ രോഗികളുണ്ട് എന്ന രീതിയിൽ ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി നമുക്ക് ഈ പറയുന്ന പോപ്പുലേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിന് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള പോപ്പുലേഷൻ ഏതാണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. Then fourth one ആണ് as the incident rates are influenced by any factor and detect the risk factors. ഇനി ഈ ഒരു ഇൻസിഡന്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന പല ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഉണ്ടാവും അല്ലെ. ഇൻസിഡന്റ് റേറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ് അപകട സാധ്യതയുള്ള അപകട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നു. അത്ര ഇൻസിഡന്റ് റേറ്റ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ. ഏത് ഫാക്ടർ അല്ലെങ്കിൽ ഏത് ഘടകം മൂലമാണ് ഈ ഒരു ഇൻസിഡന്റ് റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. ഇനി ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ് അപകട സാധ്യതയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്. ഇതിനെയൊക്കെ നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് ഉപയോഗിക്കുന്നത് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു 4 പോയിന്റ്സ് വേഗം വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻസിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്താണ്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. എന്തിനൊക്കെ ഇത് സഹായകമാണെന്ന് നോക്കിയേ. ഇൻ പാത്തോജെനസിസ്. എന്താണ് പാത്തോജെനസിസ്? നമ്മുടെ രോഗകാരികളെ കുറിച്ചുള്ള പഠനം അല്ലെ. അവിടെ പാത്തോജൻസ് ഉണ്ട്, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പാത്തോജെനസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി അല്ലെങ്കിൽ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് എന്തിന് സഹായകമാണ്? അവിടെ രോഗങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണ് അല്ലെ, കോസ്, ആ ഒരു രോഗ കാരണം അല്ലെങ്കിൽ ആ ഒരു ഡിസീസിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, ഏത് രോഗകാരികളിൽ നിന്ന് അല്ലെങ്കിൽ ഏത് തരം പാത്തോജൻസിൽ നിന്നാണ് ആ രോഗം പകരുന്നത് അല്ലെ, അത് വരുന്നതിന്റെ ആ ഒറിജിൻ കാര്യങ്ങൾ, അത് എങ്ങനെ വികസിക്കുന്നത്, എങ്ങനെയാണ് അത് പോപ്പുലേഷനിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോകുന്നത് എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു സഹായകമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായി പറയുന്നത് ടു
ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് രോഗം വ്യാപനം കണ്ടെത്തുന്നത്? ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഒരു പോപ്പുലേഷനിൽ രോഗവ്യാപനം നടക്കുന്നത്, എത്രത്തോളം ആളുകൾക്ക് ഇപ്പൊ നിലവിൽ പ്രസന്റ് ടൈമില് എത്രത്തോളം ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ രോഗം എത്ര പേർക്കാണ് അവർക്ക് വന്നിരിക്കുന്നത് എന്ന രീതിയിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്താനായിട്ട് നമുക്ക് ഈ ഒരു ഇൻസിഡൻസ് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് കൺട്രോൾ ഡിസീസ്, രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട്, രോഗ നിയന്ത്രണത്തിന് വേണ്ടിയും നമുക്ക് ഈ ഒരു ഇൻസിഡൻസ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. Then fourth one ആണ് in restraint and therapeutic measurements, ചികിത്സാപരമായിട്ടുള്ള പല കാര്യങ്ങളും മെഷർ ചെയ്യാനായിട്ട്, അതുപോലെ പല കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ടും നമുക്ക് ഈ ഒരു ഇൻസിഡൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലാസ്റ്റ് വരുന്നതാണ് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്. ഇങ്ങനെയുള്ള പോപ്പുലേഷന്റെ സ്റ്റഡികൾ നടത്തി അവിടുത്തെ രോഗകാരണങ്ങളും രോഗങ്ങൾ എങ്ങനെ, എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, എത്രത്തോളം പോപ്പുലേഷൻ ഇങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അവിടെ ഹെൽത്ത് പോളിസി, ആരോഗ്യ നയങ്ങളൊക്കെ അതിനനുസരിച്ച് രൂപപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ്, ഇൻസിഡന്റിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത് എന്തിനൊക്കെ സഹായകമാണെന്നാ പറയുന്നത്? ഇൻ പാത്തോജെനിസിസ്, അവിടെ രോഗകാരികള് ഏതൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള പഠനം, എവിടെ നിന്നാണ് ഒരു രോഗം വരുന്നത്, ഏത് രോഗകാരികളിൽ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു പഠനങ്ങൾ അല്ലെങ്കിൽ സ്റ്റഡി നടത്താനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. രണ്ടാമതായി പറഞ്ഞത് ടു ഫൈൻഡ് ഡിസീസ് കണ്ടീഷൻ ഡിസ്ട്രിബ്യൂഷൻ, എന്താ രോഗവ്യാപനത്തെ കണ്ടെത്തുന്നതിനായിട്ട് ഒരു പോപ്പുലേഷൻ എത്ര പേർക്ക് ആ രോഗം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് കൺട്രോൾ ഡിസീസ്, രോഗത്തെ നിയന്ത്രിക്കാനായിട്ട്, രോഗങ്ങൾ വരുന്നതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഇത് സഹായകമാണ്. ടു റീസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചികിത്സാപരമായിട്ടുള്ള പല രീതിയിലുള്ള മെഷർമെന്റ്സ് എടുക്കാൻ, ചികിത്സിച്ച് അവർക്ക് ഭേദമാവുന്നുണ്ടോ, അതിനനുസരിച്ച് അത് വ്യത്യാസങ്ങളുണ്ടോ എന്ന രീതിയിലുള്ള മെഷർമെന്റുകൾ എടുക്കാനും ഓരോ കാര്യങ്ങളും കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാനും നമുക്ക് ഈ ഒരു ഇൻസിഡൻസ് വഴി സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ആരോഗ്യ നയങ്ങൾ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ ടൈമിനനുസരിച്ചുള്ള ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചുള്ള ആരോഗ്യ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും നമുക്ക് ഈ ഒരു ഇൻസിഡൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ മീൻസ് ഓക്കെ. നെക്സ്റ്റ് ഭാഗമാണ്. ഇത്രയും നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ആയി കേട്ടോ. നെക്സ്റ്റ് ഇനി വരുന്നത് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ പോയിന്റും ഓരോരോ മേഖലയുമായി ഓരോ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കണം കേട്ടോ. അതിലേതെങ്കിലും ഒക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾ നോക്കി വെക്കാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നോക്കിയപ്പോ technological progress in the field of medical sciences have overturned our social, economic and political policies and have provided the clinicians with newly discovered aids for diagnosis and treating illness. എന്താണ് പറയുന്നത്? നമ്മുടെ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ്, നമ്മുടെ മെഡിക്കൽ സയൻസ് മേഖലകളില് have overturned our social, നമ്മുടെ സോഷ്യൽ പരമായിട്ടും എക്കണോമിക് പരമായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളൊക്കെ മറികടക്കുന്ന രീതിയിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായിരുന്നു. എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ? സാങ്കേതിക പുരോഗതികൾ അല്ലെ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ വന്നില്ലേ? വന്നിട്ടില്ലേ? നമ്മളെ മുൻപ് പോകുന്ന പോലെയാണോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയാല് എന്തോരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസും ടെക്നോളജീസും ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ പുരോഗതീസ് നമ്മുടെ ഈ ഒരു മെഡിക്കൽ സയൻസ് മേഖലയിൽ വന്നതോടുകൂടി എന്താണ് വന്നത്? ആൻഡ് ഹാവ് പ്രൊവൈഡഡ് ദ ക്ലിനിഷ്യൻസ്. അങ്ങനെ ആ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പുരോഗതിയുടെ ഭാഗമായിട്ട് ക്ലിനിഷ്യൻസിനും പ്രൊവൈഡ് ദ ക്ലിനിഷ്യൻസ് വിത്ത്
ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ്. ക്ലിനിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ലെ, അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ്, പുതിയതായി കണ്ടെത്തിയിട്ടുള്ള എയ്ഡ്സുകൾ എന്ന് പറയുന്ന ഉപകരണങ്ങള് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ഇൽനസ്. എന്തിനു വേണ്ടിയാ? രോഗനിർണയം നടത്താനായിട്ട് പുതിയതായിട്ട് കണ്ടെത്തിയ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ട്രീറ്റിംഗ് ഇൽനസ്, രോഗബാധിതരായവരെ ചികിത്സിക്കാനായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയതായി കണ്ടെത്തിയ പല ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇതെല്ലാം മെഡിക്കൽ സയൻസ് മേഖലയിൽ വന്നിരിക്കുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായിട്ട് നൽകുന്ന കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് ക്ലിയർ അല്ലേ? ഓക്കെ. Then നോക്കിയേ second sentence, ഇച്ചിരി lengthy sentence ആണ് കേട്ടോ. നോക്കിയേ, demand from the clinicians and the community to provide newly discovered technological capabilities in the hospital and health service system. ഇനി എന്താ പറയുന്നേ? നമ്മുടെ ക്ലിനിഷ്യൻസ് ആണെങ്കിലും അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങള് എന്താണ് ഡിസ്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള provide newly discovered technological capabilities എന്ന് പറയുന്നത് പുതിയതായി കണ്ടെത്തിയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കഴിവുകള് ഹോസ്പിറ്റലിലാണെങ്കിലും ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലാണെങ്കിലും കൊണ്ടുവരണം അല്ലെങ്കിൽ അതിലേക്ക് നൽകണം എന്ന് ആരാണ് എപ്പോഴും പറയുന്നത്? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്പെടാറുണ്ട് അല്ലെ. അതുപോലെ ഡോക്ടേഴ്സും കമ്മ്യൂണിറ്റിയിലും സമൂഹവും ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. ഡിമാൻഡ് ഫ്രം ദ ക്ലിനിഷ്യൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. അവരാണ് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി സമൂഹത്തിന് ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ അവിടെ ഡോക്ടേഴ്സ് ആയി വർക്ക് ചെയ്യുന്ന ക്ലിനിഷ്യൻസിനും അത് ആവശ്യമാണ്. ഈ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുകയാണ്. എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് സിസ്റ്റത്തിലും എന്ത് വേണം? എന്ത് നൽകണം എന്നാ പറയുന്നത്? പുതിയതായി കണ്ടെത്തിയ ടെക്നോളജിക്കൽ സാങ്കേതികപരമായിട്ടുള്ള കഴിവുകള് ആ ഒരു ഹോസ്പിറ്റൽ മേഖലയിലാണെങ്കിലും ഹെൽത്ത് സർവീസ് സിസ്റ്റം മേഖലയിലാണെങ്കിലും എല്ലാം നൽകണം അല്ലെങ്കിൽ അതവിടെ കൊണ്ടുവരണമെന്ന് കമ്മ്യൂണിറ്റിയും അതുപോലെ ക്ലിനിഷ്യൻസും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട്. Then next sentence കൂടെ നോക്കിയേ, it has been noted that at least half of the last decades rise in medical cost is imputable എന്നല്ലാട്ടോ. അത് attributable എന്നാണ്. Attributable to high technology medicine, especially diagnostic and surgical procedures. എന്താ പറയുന്നത്? It has been noted that എന്താണ് അവിടെ നോട്ട് ചെയ്യുന്നത്? At least half of the last decades, ലാസ്റ്റ് അതായത് കഴിഞ്ഞ നമ്മുടെ അവസാന കാലഘട്ടത്തില് കഴിഞ്ഞിട്ടുള്ള എന്താണ് കാലഘട്ടത്തില് ഡിക്കേഡ്സിന്റെ അറ്റ്ലീസ്റ്റ് ഹാഫ് പകുതിയായപ്പോഴേക്കും നമ്മുടെ റൈസ് ഇൻ മെഡിക്കൽ കോസ്റ്റ് എന്താ പറഞ്ഞേ? നമ്മുടെ ആ ഒരു മെഡിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ മെഡിസിനൽ പരമായിട്ടുള്ള ചിലവുകള് കൂടി. എന്തുകൊണ്ട് വർദ്ധിച്ചു? ഈസ് അട്രിബ്യൂട്ടബിൾ ടു ഹൈ ടെക്നോളജീസ്. അത് എന്തുമായി സംബന്ധിച്ചതാണ്? ടു ഹൈ ടെക്നോളജി മെഡിസിൻസ്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഹൈ ടെക്നോളജി മെഡിസിനുകൾ ഉപയോഗിക്കുന്നത്? എസ്പെഷ്യലി ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി, രോഗനിർണയം നടത്താൻ വേണ്ടി അല്ലെ. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയ മെത്തേഡുകളാണോ ഇപ്പൊ രോഗനിർണയം നടത്താനായിട്ട് എടുക്കുന്നത്? അല്ല അല്ലെ. ഒരുപാട് മിഷനറീസ് എക്സ്ട്രാ വന്നില്ലേ? അതിനനുസരിച്ച് ഒരുപാട് മെഡിസിൻസ് വന്നു, ഒരുപാട് പുതിയ പുതിയ കണ്ടെത്തലുകൾ ആ ഒരു മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അങ്ങനെ സർജറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടിട്ടില്ലേ? ഇല്ലേ? ആദ്യ കാലങ്ങളിൽ നമുക്ക് എപ്പോഴും ഓപ്പൺ സർജറീസ് ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? എല്ലാം ഓപ്പൺ സർജറി തന്നെയാണോ ചെയ്യാറ്? ആണോ? ഒന്ന് പറഞ്ഞേ, അറിയാവുന്ന ഏതൊരു സർജറി ഏതാ? ഓപ്പൺ സർജറി അല്ലാതെ കീ ഹോൾ സർജറീസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെയുള്ള പലതരത്തിലുള്ള എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതികൾ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന്റെ അവസാനം അല്ലെങ്കിൽ പകുതിയോ ആയപ്പോഴേക്കും അവിടെ എന്ത് വന്നു? മെഡിക്കൽ കോസ്റ്റുകളിൽ വർധനവ് വന്നു. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോസ്റ്റിൽ വർധനവ് വന്നത്? അല്ലെങ്കിൽ ചികിത്സ മെഡിക്കൽ പരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് ചിലവരെ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് ഹൈ ടെക്നോളജി ആയിട്ടുള്ള മെഡിസിൻസ് കൊണ്ടുവരണം. അതിപ്പോ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാവാം. ഇതിനൊക്കെ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോ മെഡിക്കൽ പരമായിട്ടുള്ള ചിലവുകളും വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് പോയിന്റ്സും ക്ലിയർ ആണോ?
ഇതിനു മുൻപ് പറഞ്ഞ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. Then next നോക്കിയേ. In spite of the high cost, the commercial firms and corporate bodies are launching the state-of-the hospital with the newest medical technology with economic returns and are increasing. എന്താണ് ഈ ഒരു ഹൈ കോസ്റ്റ് അല്ലെ, ഉയർന്ന ചിലവ് വരുന്നുണ്ട് അല്ലെ, ഒരുപാട് ചിലവ് നമ്മൾ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ ചിലവാക്കുന്നുണ്ട്. കാരണം പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചിലവുകൾ വരാറുണ്ട്. എന്നാൽ ഈ ഉയർന്ന ചിലവിന്റെ ഇടയിലും the commercial firms, എന്താണ് commercial firms പറഞ്ഞാൽ വാണിജ്യ സ്ഥാപനങ്ങള്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങള് എല്ലാം ലോഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ സ്ഥിതി മനസ്സിലാക്കി വിത്ത് ദ ന്യൂവസ്റ്റ് മെഡിക്കൽ ടെക്നോളജി, പുതിയ രീതിയിലുള്ള മെഡിക്കൽ ടെക്നോളജികൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള മെഡിക്കൽ ടെക്നോളജീസ് അതുപോലെ എന്താണ് അവിടെ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ആരംഭിക്കുകയും അതിനനുസരിച്ച് എക്കണോമിക് റിട്ടേൺസ് കിട്ടണം അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള ലാഭം ആ ഒരു ഓരോ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവരാനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഒരുപാട് മെഡിക്കൽ കോസ്റ്റുകള് നമ്മൾ അവിടെ ഒരു എക്യുപ്മെന്റ് കൊണ്ടുവരുമ്പോഴാണെങ്കിൽ ആദ്യം നമ്മൾ ഒരുപാട് തുക ചിലവാക്കേണ്ടതായിട്ട് വരും അല്ലെ. ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ് മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും മെഡിസിൻസും വാങ്ങാൻ വേണ്ടിയിട്ടാവാം, സർജിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാവാം, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാവാം, അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജീസ് കൊണ്ടുവന്നപ്പോ അവിടെ മെഡിക്കൽ കോസ്റ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിച്ചു. ഈ ചിലവുകൾക്കിടയിലും നമ്മുടെ എന്താണ് കൊമേഴ്ഷ്യൽ ഫേംസും അതുപോലെ കോർപ്പറേറ്റ് ബോഡികളൊക്കെ എന്ത് ലോഞ്ച് ചെയ്ത് കൊടുത്തു? ഹോസ്പിറ്റലുകളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥ മനസ്സിലാക്കി പുതിയ മെഡിക്കൽ ടെക്നോളജീസ് അവിടെ ലോഞ്ച് ചെയ്ത് ആരംഭിച്ചു. അങ്ങനെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഹോസ്പിറ്റലിന് ഒരു സാമ്പത്തികപരമായിട്ടുള്ള ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അവിടെ ചെലവുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യുന്നു? പുതിയ ഇപ്പൊ ഒരുപാട് ചെലവ് വന്നാൽ പോലും പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അവിടേക്ക് ഒരുപാട് പേഷ്യൻസ് എത്തുന്ന രീതിയിലേക്ക് അത് മാറ്റുകണം അല്ലെ. എന്നാൽ മാത്രമല്ലേ ആ ഒരു കോസ്റ്റ് എന്ത് ചെയ്യുന്ന അവർ ചെലവാക്കിയ തുക എന്ത് ചെയ്യണം? അവർക്ക് തിരികെ കിട്ടണം. അതിനുവേണ്ടി എന്താണ് അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ച് അവിടെ പേഷ്യൻസ് വരികയും വേണം. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് കൂടി നോക്കിയേ. This proves the growing level of healthcare awareness among the people and utilization of such services by the people from the private sector too. ഇനി ഇങ്ങനെയുള്ള ഓരോരോ ഇത് നമ്മുടെ ഹോസ്പിറ്റലുകൾ പുതിയ ടെക്നോളജീസ് ലോഞ്ച് ചെയ്തപ്പോ ഇതെന്താണ് പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെളിയിക്കുന്നത്? The growing level of healthcare awareness, നമ്മുടെ ആളുകൾക്കിടയിൽ ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ അവബോധം വളർത്താനും അതിനനുസരിച്ച് ആളുകൾ പ്രൈവറ്റ് സെക്ടറിലുള്ളവർ പോലും നമ്മുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിലുള്ള അല്ലെങ്കിൽ എന്താണ് പുതിയ ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ഫേമുകള് കോർപ്പറേറ്റ് ബോഡിയൊക്കെ ഓരോന്ന് സ്പോൺസർ ചെയ്ത് കൊടുക്കാറില്ലേ? പുതിയ ടെക്നോളജീസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കുന്നത് സ്പോൺസർഷിപ്പില് കണ്ടിട്ടില്ലേ? എന്താണ് എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങളാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെസിലിറ്റികളാവാം കൊടുക്കാറില്ലേ? അപ്പൊ അതുപോലെയുള്ള സ്ഥാപനങ്ങള് ഈ പറയുന്ന ചെലവ് ഒരുപാട് ഹോസ്പിറ്റലിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാറുണ്ട്? അതിനനുസരിച്ചുള്ള കോർപ്പറേറ്റ് ബോഡീസോ കൊമേഴ്ഷ്യൽ ഫേംസ് അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ഹോസ്പിറ്റൽസിന് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ആ ഒരു ഹോസ്പിറ്റലിലെ സാമ്പത്തിക ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആളുകൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ പുതുതായിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ആരോഗ്യ പരിചരണം അതുവഴി നമുക്ക് കിട്ടും എന്നൊരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ഒരുപാട് ആളുകള് ഇത് ഉപയോഗിക്കാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരണം അല്ലെ. അതാണ് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് സച്ച് സർവീസസ് ബൈ ദ പീപ്പിൾ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ടു. മേഖലയിൽ നിന്ന് വരെയും ആളുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിലുള്ള ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലേക്ക് ഈ പറയുന്ന ടെക്നോളജീസ് ഉപയോഗിക്കാനും അതിന്റെ സർവീസ് കിട്ടാനായിട്ടും വരുന്നുണ്ട്. ക്ലിയർ ആണോ? 2 സെന്റൻസ് ഓക്കെ ആണോ? ഓക്കെ.
Then next നോക്കിയേ, it shows that there is increasingly more and more supremacy by customer rather than providers on procedures in medical practice. എന്താണ് അതൊന്ന് നോക്കി നിങ്ങൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിയേ, it shows that there is increasingly more and more supremacy. supremacy എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കോയ്മ അല്ലെ. ഇവിടെ ആർക്കാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ സുപ്രീമസി അല്ലെങ്കിൽ മേൽക്കോയ്മ ഉള്ളത്? ആർക്കായിരിക്കും? നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞത് ആർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സുപ്രീമസി അല്ലെങ്കിൽ മേൽക്കോയ്മ നമ്മൾ കൊടുക്കുന്നത്? ആരെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആള്? ആരാണ് ആളുകള് ഹോസ്പിറ്റലില്? എന്താണ് അത് റിപ്ലൈ ചെയ്തത്? അഡ്മിനിസ്ട്രേഷൻ ആണോ? നമ്മളൊരു ഹോസ്പിറ്റലില് ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? പേഷ്യന്റിനാണ്. വെരി ഗുഡ്, പേഷ്യന്റിനാണ് കൊടുക്കേണ്ടത് അല്ലെ. ആ പേഷ്യന്റ് വരുന്ന പേഷ്യന്റിനെയാണ് നമ്മൾ ഏത് രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം എന്ന രീതിയാണ് നമ്മൾ പറയാറ് അല്ലെ. ഇവിടെയും അത് തന്നെ പറയുന്നത് എന്താ? ഇറ്റ് ഷോസ് ദാറ്റ് there is increasingly more and more supremacy by consumer. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന കൺസ്യൂമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. rather than providers or procedure in medical practice. മെഡിക്കൽ പ്രാക്ടീസ് നൽകുന്ന ഹോസ്പിറ്റലുകാർക്കോ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്കോ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവിടെ ഏറ്റവും കൂടുതൽ സുപ്രീമസി അല്ലെങ്കിൽ മേൽക്കോയ്മ ഏറ്റവും കൂടുതൽ മോർ ആൻഡ് മോർ ആണ്. വളരെ കൂടുതൽ ആൾക്ക് തന്നെയാണ് അവിടെ വരുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ പേഷ്യൻസിന് തന്നെയാണ്. Then hospital including to provide more and more ruptured services in one discipline or other rather than a holistic institution of healthcare with multidisciplinary medical team like EI, ENT, general surgery, etc., resulting it to be a profit-oriented business establishment. ഇനി എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ provided to more and more ruptured services. എന്താണ് അവിടെ? അതിൽ നെക്സ്റ്റ് സെന്റൻസ് ആണ് നിങ്ങൾ ആദ്യം നോക്കി rather than a holistic institution of health care. എന്താണ് ഒരു holistic എന്നുള്ളത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്? അതറിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെന്റൻസ് മനസ്സിലാവുള്ളൂ. എന്താണ് ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോ? അറിയാമോ? എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ എന്താണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം, ഒരു ഹോളിസ്റ്റിക് ഹോസ്പിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ നമ്മൾ ആ ഒരു രോഗത്തിന്റെ കാരണം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളൊന്നും മാത്രം ഒന്നുമല്ല ചികിത്സിക്കേണ്ടത്. മറിച്ച് എന്താണ്? രോഗത്തെ ചികിത്സിക്കണം. അതുകൂടാതെ മനുഷ്യന്റെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള ഘടകങ്ങളെ കൂടി പരിഗണിക്കണം എന്ന ചിന്താഗതിയാണ് ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ അവിടെ ഒരിക്കലും ആ ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ രോഗത്തെ മാത്രമല്ല അവിടെ നമ്മൾ പരിഗണിക്കുന്നത്, മറിച്ച് ആ രോഗിയുടെ മാനസികപരമായിട്ടും എന്താണ് ശാരീരികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ, അതായത് മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം എന്ന് പറയുന്നത് പല വിഭാഗങ്ങളുള്ള അതല്ലേ, പല ഡിപ്പാർട്ട്മെന്റുകളുള്ള, അതായത് ഇപ്പൊ IAVA, ENT, ജനറൽ സർജറി മുതലായിട്ടുള്ള ഇങ്ങനെയുള്ള മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഡിപ്പാർട്ട്മെന്റൽ ടീം ഉൾപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ ആണോ നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റലുകള്? ആണോ? അങ്ങനെ ഒരു ചിന്താഗതിയിലാണോ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇന്നുള്ളത്? ഒരു പേഷ്യന്റിന്റെ രോഗത്തെ മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. അത് തന്നെ എവിടെയും പറയുന്നത് എന്താ? അത് ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണത്. കാരണം എന്താ? അവിടെ ഒരിക്കലും ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു അതല്ലാതെ അല്ലെങ്കിൽ അത് കൂടാതെ അവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോ ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ റപ്ചേർഡ് സർവീസസ് ഇൻ വൺ ഡിസിപ്ലിൻ ഓർ അതർ. എന്താണ് റപ്ചേർഡ് എന്ന് പറയുന്നത്? ചുരുങ്ങി. അതായത് അവിടെ ഇപ്പൊ ഒരു ഒറ്റ ഡിസിപ്ലിൻ, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ളതാവാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ പോലും
അവിടെ കൊടുക്കുന്ന സർവീസുകൾ എപ്പോഴും ചുരുങ്ങിയ രീതിയിലാണ്. എന്ന് വെച്ചാൽ അവിടെ ആ ഒരു പേഷ്യന്റിനെ രോഗത്തെ മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു രോഗം എന്താണോ അതിനെ ചികിത്സിക്കുക മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലെ. അല്ലാതെ അതിനനുസരിച്ച് വികസിച്ചിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ റിസൾട്ടിങ് ഇറ്റ് ടു ബി എ പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയി മാറുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എങ്ങനെയായി മാറുന്നു എന്ന് പറഞ്ഞേ, ടു ബി എ പ്രോഫിറ്റ് ഓറിയന്റഡ്, ലാഭാധിഷ്ഠിതമായിട്ടുള്ള ലാഭമാണ് അവിടെ മുന്നിൽ കാണുന്നത് അല്ലെ. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ ആ ഒരു ഹോസ്പിറ്റലിനെ ഉള്ള ഒരു ചലഞ്ച് അല്ലേ, ഒരു വെല്ലുവിളി അല്ലേ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ആവാൻ പാടില്ല. ശരിക്കും ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വേണ്ടത്. നമ്മൾ ആദ്യം തുടങ്ങി പഠിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതേസമയം ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് ഹോസ്പിറ്റൽസ് എപ്പോഴും എങ്ങനെയാണ് കുറഞ്ഞ സർവീസുകൾ കൊടുത്തുകൊണ്ട് ലാഭം എങ്ങനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അന്ന രീതിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് ഇന്നത്തെ ഹോസ്പിറ്റലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ആ ഒരു ഹോസ്പിറ്റൽ മേഖലയെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ ബാധിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ക്ലിയർ ആണോ? അത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? മനസ്സിലായോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഓക്കെ, അപ്പൊ നമ്മളൊരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മൾ പ്രധാനപ്പെട്ട ചലഞ്ചസിലേക്ക് കടക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്. പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് കേട്ടോ. നോക്കിയേ, വെല്ലുവിളികൾ എന്തൊക്കെയാ? ക്വാളിറ്റി കെയർ. നമുക്കറിയാം, നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള പരിചരണം അല്ലെ, ക്വാളിറ്റി കെയർ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ചലഞ്ചാണ് അല്ലെ, വെല്ലുവിളിയാണ്. നല്ല ക്വാളിറ്റി കെയർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അതിനനുസരിച്ച് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ നൽകാനായിട്ട് സാധിക്കില്ല അല്ലെ. അതിനനുസരിച്ച് പേഷ്യൻസ് എന്ത് ചെയ്യില്ല, വരില്ല. അപ്പൊ അതുപോലെ അങ്ങനെ അനുസരിച്ചുള്ള ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും. അതുപോലെ ഒരുപാട് അതിന് പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് എപ്പോഴും നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുക, അതിന് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള ഒരു പരിചരണം നൽകുക എന്ന് പറയുന്നത് അവരുടെ ഒരു ചലഞ്ചാണ്. രണ്ടാമതായി പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസ് സംതൃപ്തരായിരിക്കും അല്ലെ. എന്നാൽ നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ പേഷ്യൻസ് അതിനനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആവില്ല, പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് വരാനും താല്പര്യം കാണിക്കില്ല. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസ് എങ്ങനെയാണോ സാറ്റിസ്ഫൈഡ് ആവുന്നത്, സംതൃപ്തരാവുന്നത്, അതിനനുസരിച്ചുള്ള സർവീസുകൾ കൊടുക്കുക എന്നതും അവരുടെ ഒരു ചലഞ്ചാണ്. മൂന്നാമതായി പറയുന്നത് ന്യൂ ടെക്നോളജി. പുതിയ പുതിയ ടെക്നോളജീസ് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, അവർക്ക് കൊടുക്കുന്ന ഡയഗ്നോസ്റ്റിക്സ് ഏരിയയുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരിക എന്ന് പറയുന്നതും ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് പറയുന്നത് സർവീസ് എക്സ്പാൻഷൻ. എന്താണ് സർവീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? സർവീസുകൾ വികസിപ്പിക്കുക. അതായത് നിലവിലുള്ള സർവീസുകൾ തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും വിപുലീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സർവീസ് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, നല്ല രീതിയിലുള്ള സേവനങ്ങൾ ആഡ് ചെയ്ത് അത് ഉൾപ്പെടുത്തുക. ഇതെല്ലാം പേഷ്യൻസിന് ഇഷ്ടമാവുന്ന കാര്യങ്ങളാണ് അല്ലെ. കൂടുതൽ കൂടുതൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതിലേക്ക് വരാനായിട്ട് അതൊരു ചലഞ്ചാണ്. നല്ല രീതിയിലുള്ള അങ്ങനെ ടെക്നോളജീസ് കൊണ്ടുവരുന്നതും ഇങ്ങനെയുള്ള സർവീസുകൾ എക്സ്പാൻഡ് ചെയ്ത് പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യേണ്ടതും എല്ലാം ഇവരുടെ ഒരു ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. ലാസ്റ്റ് വൺ ആണ് ഓവർ ക്രൗഡിങ്. എന്താണ് ഓവർ ക്രൗഡിങ്? അമിതമായ ഒരു തിരക്ക് വരുന്നതും ഒരു ചലഞ്ചാണ് അല്ലെ. പേഷ്യൻസ് അമിതമായിട്ട് ഒരുപാട് പേഷ്യൻസിന്റെ തിരക്ക് വരുമ്പോൾ എല്ലാവരെയും ചിലപ്പോൾ മാനേജ് ചെയ്യാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അത് അങ്ങനെ ഒരു ഓവർ ക്രൗഡിങ് വന്നാല് അതിനെ മാനേജ് ചെയ്യുന്നതും അത് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ആ ഒരു ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് സർവീസ് ചലഞ്ചസ് ജസ്റ്റ് ആ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എക്സ്ട്രാ ഒന്നും നിങ്ങളടുത്ത് ചോദിക്കില്ല. അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ വരുള്ളൂ. നെക്സ്റ്റ് ആണ് ഇന്റേണൽ ചലഞ്ചസ്. എന്തായിരിക്കും? ആ ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ് അവിടെ ഇന്റേണൽ ചലഞ്ചിൽ വരുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ക്വാളിറ്റി മാനേജ്മെന്റ്.
ആ ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വെല്ലുവിളികളായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഹോസ്പിറ്റലിലെ മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയിൽ ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുകയും അതിനനുസരിച്ച് പുറത്ത് എന്ത് ചെയ്യും ആ ഒരു ഹോസ്പിറ്റലിലെ പ്രശസ്തി നമുക്ക് എന്ത് ചെയ്യാൻ കളങ്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം എല്ലാ രീതിയിലുമുള്ള ക്വാളിറ്റി നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ അകത്തെ ജീവനക്കാരുടെ അനുഭവിക്കുന്ന ഒരു ചലഞ്ചാണ്. രണ്ടാമതായിട്ട് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. എന്താണ്? ചിലവ് നിയന്ത്രണം. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ ചിലവ് നിയന്ത്രണം. ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികൾ. എന്തൊക്കെയായിരിക്കും? ഇപ്പൊ ഒരുപാട് നമ്മൾ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ പോലും ആ ഒരു ഹോസ്പിറ്റലിലെ സാമ്പത്തിക പരിമിതികൾ എത്രത്തോളമാണ് അല്ലെ, അതിനനുസരിച്ച് കൃത്യമായിട്ട് ചിലവുകൾ നിയന്ത്രിച്ച് വേണം അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അത് അവരുടെ ഒരു ചലഞ്ചാണ്. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ. കൃത്യമായി നല്ല രീതിയിൽ ലീഡർഷിപ്പ് അവിടുത്തെ ജീവനക്കാർക്ക് നല്ല രീതിയിലുള്ള നേതൃത്വം നൽകണം. മോട്ടിവേഷൻ, പ്രചോദനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനങ്ങളും നൽകുക എന്നുള്ളതൊരു ചലഞ്ചാണ്. ദെൻ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി. പുതിയ ഇൻഫർമേഷൻ ടെക്നോളജീസ് ഇവരുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉൾപ്പെടുത്തണം. അപ്പൊ അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് ആക്കണം അല്ലെ. റെക്കോർഡുകളാണെങ്കിലും പണ്ടത്തെ കാലത്തെ റെക്കോർഡുകൾ പോലെ ഇപ്പോഴും കൃത്യം ആ ഒരു റെക്കോർഡ് പോലെ എഴുതി വെച്ചാൽ മതിയോ? അല്ല, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് അത് ആ ഒരു കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും വേണം. അത് അവരുടെ ഒരു ചലഞ്ചാണ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മത്സര ബുദ്ധിയുള്ള മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചതല്ലേ അല്ലെ. അവിടെ എന്താണ്? സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ തരത്തിലുള്ള കോമ്പറ്റീഷൻസും എല്ലാ ഹോസ്പിറ്റലുകളും ഫേസ് ചെയ്യുന്നതായിട്ട് വരും അല്ലെ. അവർക്ക് എതിരാളികൾ ഉണ്ടാവാം. ആ എതിരാളികളെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മറികടക്കാൻ സാധിക്കണം. അതിന്റെ രീതിയിലുള്ള മത്സര ബുദ്ധിയുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കി അത് ഫലവത്താക്കുക എന്ന് പറയുന്നതും ഒരു ചലഞ്ചാണ്. പവർ ക്രേസ്. എന്താ? അധികാര ആവേശങ്ങള്. ഇപ്പൊ നമ്മൾ അറിയാം ചില സ്ഥാപനങ്ങളിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും ചിലപ്പോ ഒരുപോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപോലെ സ്കിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അവരുടെ ഇടയില് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറില്ലേ? ഏതൊരു സ്ഥാപനം എടുത്താലും കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടാവും അല്ലെ. അവരുടെ എന്താണ്? ഞാനാണ് സീനിയർ അല്ലെങ്കിൽ അവരാണ് സീനിയർ, ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് എനിക്ക് അതിൻ്റെതായ ഒരു ഇത് വേണം, ഒരു സ്ഥാനം വേണം, ഒരു പൊസിഷൻ വേണം എന്ന രീതിയിൽ, ഒരു അധികാരം വേണം എന്ന രീതിയിൽ ചെറിയ വാക്തർക്കങ്ങളും പ്രശ്നങ്ങളും ഈ പറയുന്ന അവിടെയുള്ള ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. അതാണ് പവർ ക്രേസ് എന്ന് പറയാം, അധികാര ആവേശം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നതും ഒരു ഇന്റർണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. ദെൻ മാൻ പവർ മാനേജ്മെന്റ്. ആ ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാർ, അവിടുത്തെ എംപ്ലോയീസിനെ എല്ലാവരെയും കൃത്യമായിട്ട് അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ, അവർ ഓരോന്നിലേക്കും അസൈൻ ചെയ്ത് കൃത്യമായിട്ട് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. ദെൻ ടെക്നോളജി മാനേജ്മെന്റ്. പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നാൽ പോലെ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും അത് അവിടെ പ്രവർത്തനക്ഷമമാക്കുകയും അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ഇന്റേണൽ ചലഞ്ചിൽ വരുന്നുണ്ട്. ദെൻ ഫിക്സഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഘടന നിലനിർത്തുക എന്നുള്ളത്. കൃത്യമായിട്ട് ഇന്ന ആളുകൾ ഇന്ന ജോലികളായിരിക്കണം ചെയ്യുന്നത്. ഒരു ഹെഡ് ഉണ്ടാവും, അവരുടെ കീഴിൽ അസിസ്റ്റൻസ് ഉണ്ടാവും, അതിന് കീഴിൽ അതിൻ്റെതായ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോ രീതിയിലും എത്ര പേര് വർക്ക് ചെയ്യണം എന്ന രീതിയിൽ ഒരു കൃത്യമായ ഒരു സംഘടനാപരമായ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് സ്ഥിരമായി അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇന്റേണൽ ചലഞ്ചിന് വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? ഇന്റേണൽ ചലഞ്ചസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റേണൽ ചലഞ്ചസ്. അപ്പൊ ഇത് നമ്മൾ ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ. ഇനി ഹോസ്പിറ്റലിന് പുറമെ
എക്സ്റ്റേണൽ ആയിട്ടുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ പുറമേ നടക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. അല്ലെ, പുറത്താണ് അല്ലെ, ഹോസ്പിറ്റലിലെ പുറത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ബയോമെഡിക്കൽ മാനേജ്മെന്റ്, നമ്മുടെ ബയോമെഡിക്കൽ മാനേജ്മെന്റ് വേസ്റ്റുകളുടെയൊക്കെ ബയോമെഡിക്കൽ ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലേ. റൈറ്റ് ടു ഇൻഫർമേഷൻ. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ? കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ RTI ആക്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ലീഗൽ കേസുകളല്ല, അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയാനായിട്ടുള്ള അവകാശമുണ്ട് ഇല്ലേ. ഇതൊരു നിയമമാണ്. 2005 വന്ന ഒരു ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ അറിയാനായിട്ട് അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാനായിട്ട് അവകാശമുണ്ട്. അതിനു വേണ്ടി വന്ന നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? ആരും കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി? ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് പോവാറുണ്ടോ? പോവാറില്ല. അതുകൊണ്ട് നമുക്കറിയില്ല അല്ലെ. എന്താണ് ഇതെന്താ പറയാ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ചിലര് കേട്ടിട്ടുണ്ട് അല്ലെ. അതെന്താണ്? ഇപ്പൊ ആ ഒരു സ്ഥാപനം, അതായത് പ്രധാനമായിട്ടും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലെറ്റർ, നമുക്കൊരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് അയക്കാം. എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ? ഇപ്പൊ എന്തിനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അവിടെ അതിനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ പൊതുജനങ്ങളാണ്, നമുക്ക് അതിന് അവകാശമുണ്ട്. നമ്മളപ്പോ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് മറുപടി തരണമെന്നുള്ളത് അവരുടെ നിയമത്തിലുള്ള കാര്യമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അതെ, ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് അവരെന്ത് ചെയ്യണം? മറുപടി തന്നിരിക്കണം എന്നുണ്ട് കേട്ടോ. അതുപോലെയുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് പല കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാവും അല്ലെ. അവരുടേതായ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പേഷ്യൻസിന്റെ റൈറ്റ്സിലെ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? വിവരാവകാശ നിയമം, അത് തന്നെയാണ് മലയാളം അല്ലെ. വിവരാവകാശ നിയമം കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അത് കേട്ടിട്ടില്ലേ ആരും? അത് കേട്ടിട്ടുണ്ട്. ഓക്കെ, മലയാളം പറയാത്തത് കൊണ്ടാണോ പറയാതിരുന്നേ? ഓക്കെ, ആ ഒരു വിവരാവകാശം അല്ലെ, അവിടുത്തെ വിവരങ്ങൾ അറിയാനുള്ള ഒരു അവകാശം നമ്മുടെ പൗരനായിട്ടുള്ള നമുക്കുണ്ട്. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽസിലാണെങ്കിലും നമ്മുടെ അവിടെ ഇവിടെ എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ അവർ തരുന്ന കാര്യമല്ല കേട്ടോ. അതേസമയം നമ്മുടെ ഹോസ്പിറ്റലാവുമ്പോ എങ്ങനെയാ? അവിടെ നമ്മൾ പേഷ്യന്റ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ആ പേഷ്യന്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു കാര്യത്തെ കുറിച്ചും അറിയാനായിട്ടുള്ള അവകാശം ആ പേഷ്യൻസിനുണ്ട് അല്ലെ. അതാണ് അവിടുത്തെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. നെക്സ്റ്റ് വരുന്നത് ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ് അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പല കേസുകൾ ലീഗൽ ഇഷ്യൂസ് വരാറില്ലേ? നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറില്ലേ? പല കേസുകളൊക്കെ വരാറുണ്ട് അല്ലെ. അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക. എത്തിക്കൽ ഫാക്ടേഴ്സ്, എന്താ? ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ധാർമ്മിക ഘടന, എത്തിക്സ് കീപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിനിമകളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റലിലെ എത്തിക്സ് വിട്ട് ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ? ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സ് പറയുന്നേ? എന്തെങ്കിലുമൊക്കെ പലതരം ചെയ്യാൻ പറയുമ്പോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികതയൊക്കെ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുക എന്നതും അവരുടെ എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് പബ്ലിക് റിലേഷൻ, നല്ലൊരു പൊതുജന സമ്പർക്കം ഉണ്ടാക്കിയെടുക്കുക എന്നതൊരു എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്ന കാര്യമാണ്. ദെൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, എന്താ? രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക അല്ലെ. ഏതൊരു സ്ഥാപനവും നിലനിൽക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ കാര്യമില്ലേ അല്ലെ. രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം വേണം അല്ലെ. അതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട്, ഇത് ഹോസ്പിറ്റലിന്റെ പുറമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അകത്ത് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ?
ജസ്റ്റ് നിങ്ങൾ ആ ഓരോ പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. എക്സ്റ്റേണൽ ചലഞ്ചിൽ വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ പേഷ്യന്റ് സർവീസിൽ കൊടുക്കുന്നത് എന്തൊക്കെ ചലഞ്ചസ് ആണ് വരുന്നത്, അതിൽ ഉൾപ്പെടാത്തവ ഏതാണ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ക്ലിയർ ആണോ? ആ 3 വിഭാഗവും എക്സ്റ്റേണൽ, പേഷ്യന്റ് സർവീസ്, ഇന്റേണൽ, ക്ലിയർ അല്ലേ? ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. നോക്കിയേ, സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ചലഞ്ചസ്, അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, നിറവേറ്റ, അതൊക്കെ മാറ്റിക്കളയണ്ടേ. ഇപ്പൊ ഒരു വെല്ലുവിളി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനെ നേരിടാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും അല്ലെ, അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്, ഈ പറയുന്ന വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. എന്താ, പുതിയ ഇപ്പൊ നമ്മുടെ പണ്ടത്തെ കാലത്തെ ഹോസ്പിറ്റലുകളാകുമ്പോൾ നമ്മളെന്താ ഷീറ്റൊക്കെ എഴുതി പറഞ്ഞൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നല്ല സർവീസുകൾ കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ പഴയ രീതിയിൽ മാറി പുതിയതായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് കൊണ്ടുവരുന്നതിലൂടെ ഒരു പരിധിവരെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് പവർ ഷെയറിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അധികാരാവേശം എന്ന് പറഞ്ഞില്ലേ, പവർ ക്രേസ്. അവിടെ എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, നിങ്ങളൊന്ന് പറഞ്ഞേ. അവിടെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? അവിടെ അധികം ആളുകൾ തമ്മിൽ എന്താണ്, എനിക്ക് ഇന്ന പൊസിഷൻ വേണം, എനിക്ക് ഇന്ന പൊസിഷൻ വേണം എന്ന് പറഞ്ഞ ഒരു അധികാരം, അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിന് വേണ്ടി അവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോ അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ അവർ തല്ലുമ്പോ അവിടെ കിടന്ന് തല്ലി പിടിച്ചോട്ടെന്നാണോ ചിന്തിക്കുക? ആണോ? എന്താ ചെയ്യണ്ടേ നമ്മൾ അന്നേരം? എന്താണ് ഇവിടെ എല്ലാരും ഉറങ്ങാണോ? വോട്ട് വെക്കണം. നമുക്ക് ഇലക്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് വോട്ട് വെക്കണം, ശരിയാണ്. നിസാന പറഞ്ഞത് ശരിയാണ്. ക്വാളിഫിക്കേഷൻസ് നോക്കാം അല്ലെ, എന്ത് ചെയ്യണം, ക്വാളിഫിക്കേഷൻസ് നോക്കണം, അവരുടെ സ്കിൽ എങ്ങനെയാണ്, എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ലെ എന്ന കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ആരെയാണോ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് അല്ലെ അവർക്ക് അതിൻ്റെതായ അധികാരങ്ങൾ നൽകുക. അതല്ലേ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് പവർ ഷെയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ അധികാരങ്ങളും കൃത്യമായ നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും അനുയോജ്യരായ ആളുകളെ, അതിനു വേണ്ടിയിട്ടുള്ള അനുയോജ്യരായ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് അതിന്റെ അധികാരം ഷെയർ ചെയ്ത് കൊടുക്കുക. കിട്ടിയോ? അപ്പൊ അവിടെ ആ ഒരു പ്രശ്നത്തിന് ഒരു സോൾവ് ആവില്ലേ, സൊല്യൂഷൻ കിട്ടില്ലേ? നെക്സ്റ്റ് വരുന്നത് അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? അതിനായിട്ടുള്ള അവാർഡുകൾ കൊടുക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഫോൾട്ട് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റുകളും കൊടുക്കണം അല്ലെ. രണ്ടും വേണം. അവാർഡ് മാത്രം കൊടുത്താൽ പോരാ, പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുക? പിന്നെയും അവർ ആ തെറ്റുകൾ ആവർത്തിക്കും അല്ലെ. അപ്പൊ പിന്നെയും അവരുടെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് അവാർഡുകൾ കൊടുക്കുക, അല്ലാതെ തെറ്റുകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെതായ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷകളും നൽകുക. നെക്സ്റ്റ് നോക്കിയേ, ഇൻക്രീസ് എഫിഷ്യൻസി. എല്ലാ രീതിയിലുമുള്ള നല്ല രീതിയിലുള്ള ഒരു കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. Then improve patient safety and care. പേഷ്യൻസിന് കൊടുക്കുന്ന ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ടും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുക. Then developing modern hospital information system. മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. Then marketing of hospital services. ഹോസ്പിറ്റൽ സർവീസുകൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് മാർക്കറ്റിംഗ് നടത്തുക. അപ്പൊ മാർക്കറ്റിംഗ് നടത്തുമ്പോൾ പല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും അല്ലെ. ഇവരുടെ പല രീതിയിലുള്ള കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ അവൈലബിൾ ആയിരിക്കും. അവരെന്ത് ചെയ്യും? അവരും അതിനനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നുണ്ടാവും. അപ്പൊ അതിന് മുകളിൽ വരുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിലെ സർവീസുകൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും ഒരുപാട് പേഷ്യൻസ്
പേഷ്യൻസിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനുമുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ലീഡർഷിപ്പ് മോട്ടിവേഷൻ, ഓരോ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാരെയും കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായ നേതൃത്വങ്ങൾ നൽകുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങളും നൽകുക. കരിയർ ഡെവലപ്മെന്റ്, അവിടെയുള്ള ഓരോ ജീവനക്കാരുടെയും കരിയർ, അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കരിയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് കരിയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, എന്ത് ചെയ്യണം, അവിടെ സ്റ്റാഫുകളെ പുനഃക്രമീകരിക്കുക. എന്താണ് അവിടുത്തെ ആ ഒരു റീഓറിയന്റേഷൻ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള അറിവുകളില്ലാത്തത് കൊണ്ട് പല തെറ്റുകൾ വരാം അല്ലെ. അതിനനുസരിച്ച് അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പുനഃക്രമീകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് റീസ്ട്രക്ചറിങ്, എന്ത് ചെയ്യണം, പുനഃക്രമീകരണം നടത്തണമെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യണം. ആ ഒരു ഘടന നമ്മൾ പുനഃക്രമീകരിക്കണം. ഒരു ഹോസ്പിറ്റലിലെ പല പല വിഭാഗങ്ങളിലെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജോലികളിൽ നമുക്ക് സംതൃപ്തമായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, ആ ആളുകളെ തമ്മിൽ അങ്ങോട്ട് എന്ത് ചെയ്യണം, മാറ്റണം. എന്നിട്ട് അവർക്ക് ആ ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം, അനുയോജ്യരായവർക്ക് വീണ്ടും എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട്. കാരണം ചിലപ്പോ ആ ആളുകളെ ഏൽപ്പിച്ച ആളുകൾ, നമ്മൾ അധികാരം കൊടുത്ത ആളുകൾക്ക് ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാകാം. അപ്പൊ അതിനനുസരിച്ചുള്ള ആളുകളെ അതിലേക്ക് നിയമിച്ച് ഒന്നുകൂടി എന്ത് ചെയ്യണം, ഒന്ന് പുനഃക്രമീകരിച്ച് ആ ഒരു ഘടന ഒന്നുകൂടി റീസ്ട്രക്ചർ ചെയ്യുക. ലാസ്റ്റ് വരുന്നത് ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. ഓരോരുത്തരുടെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ, ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ചലഞ്ചസിന്റെ ഒരു പരിധി വരെ നേരിടാനായിട്ട് സഹായിക്കുന്ന തന്ത്രങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ്. ക്ലിയർ ആണോ? സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഓ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് നാളെ നമുക്ക് ക്ലാസ് ഇല്ലേ? വെള്ളിയല്ലേ? ഓക്കെ, നാളെ നമുക്ക് ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യാം? ഏത് ചാപ്റ്റർ ആണ് റിവൈസ് ചെയ്യുന്നത്? ഒരു 10-15 മിനിറ്റ് കേട്ടോ. ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യണം? നമ്മളൊന്ന് പറഞ്ഞേ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മതിയോ? ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റ് എടുത്ത ചാപ്റ്റർ അല്ലേ, മറന്നു പോയിട്ടുണ്ടാവും അല്ലെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നോക്കാം കേട്ടോ. നാളെ ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഇനി നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹൗസ് കീപ്പിംഗ് സർവീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് കീപ്പിംഗ് സർവീസ് കേട്ടോ. നിങ്ങളുടെ 26 ആണോ നമ്പർ കിടക്കുന്നത്? 26 എന്നാണോ നമ്പർ കിടക്കുന്നത്? ഓക്കെ, ഒരു 2 മിനിറ്റ്സ് ഒന്ന് ബ്രേക്ക് എടുത്തോ കേട്ടോ. അടുത്ത പീരീഡ് മിസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ശരണ മാം ഇല്ല, ഞാൻ തന്നെയായിരിക്കും കേട്ടോ. ഒരു 2 മിനിറ്റ്സ്, നമുക്ക് 30 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
Okay, start ചെയ്യാം. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസ് സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്തായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ വരും? കണ്ടിട്ടുണ്ടോ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? എന്താണ്, ആരും കണ്ടിട്ടില്ലേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ? ക്ലീനിങ്ങിന് വേണ്ടി വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ആരും ഹോസ്പിറ്റലിൽ പോവാറില്ല, അഡ്മിറ്റ് ആയിട്ടൊന്നുമില്ലേ? അഡ്മിറ്റ് ആയില്ലെങ്കിലും കാണാൻ പറ്റുമല്ലോ അല്ലെ, അവർ ക്ലീൻ ചെയ്ത് നടക്കുന്നതൊക്കെ. അതെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾ പ്രധാനമായിട്ടും അവിടെ ക്ലീനിങ് പർപ്പസ് തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അവിടുത്തെ ഓർഗാനോഗ്രാം പോലുള്ള കാര്യങ്ങളുണ്ട്, ഓരോ ലെവലിലും ആരൊക്കെയാണ് ഉള്ളത്, ഇനി അവരുടെ സ്റ്റാഫുകളും ഓരോ രീതിയിലും ഓരോ സ്ഥലങ്ങളിലും എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെയായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്, അതിന്റെയും അവർ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നോക്കിയേ, ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. Okay, first introduction. A patient coming for the time to a hospital will welcome a tidy environment as well as an elegant feelings, lessen half of his misery and increases his confidence in the hospital. ഇനി എന്താണ്, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം അല്ലെ, ഒരു പേഷ്യന്റ്, നമ്മളൊരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇഷ്ടം? എങ്ങനെയാണ്, വളരെ വൃത്തിയില്ലാതെ നീറ്റല്ലാതെ ഭയങ്കര ഇതായിട്ട് ചവറുകളും വേസ്റ്റ് ഒക്കെ കിടക്കുന്നതാണോ ഇഷ്ടം? അല്ല, നമ്മൾ ഏതൊരു പേഷ്യന്റിനും ഏറ്റവും ഇഷ്ടം എങ്ങനെയാണ്? നല്ല ടൈഡി എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള അന്തരീക്ഷമുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് അല്ലെ. അങ്ങനെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എന്താണ് ഫീൽ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഫീലിങ്സ് വരുമോ? വരാറില്ലേ? ഒരു എലഗന്റ് ഫീലിങ്സ് ഇവിടെ പറയുന്നത് എന്താ? ആസ് എൻ എലഗന്റ് ഫീലിങ്സ് ആസ് വെൽ ആസ് എൻ എലഗന്റ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ ഒരു വികാരം നമുക്ക് വരുന്നുണ്ട് അല്ലെ. നല്ലതാ, നന്നായിട്ട് കിടക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ വികാരമല്ലേ നമുക്കത് കാണുമ്പോൾ ഉണ്ടാവുന്നത്. അത് തന്നെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു പരിധി വരെ ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി, എന്താണ്, ആ പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ ദുരിതങ്ങള് ഒരു പരിധി വരെ നമുക്ക് ഇതുവഴി കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. ആ ഇൻക്രീസസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിക്കില്ലേ? നല്ല രീതിയിലുള്ള ഒരു നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കാണുമ്പോ ഇല്ലേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെ കണക്ട് ചെയ്താൽ മതി. നമ്മള് ഒരു പേഷ്യന്റ് ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ ഹോസ്പിറ്റൽ ആ പേഷ്യന്റിനെ സ്വീകരിക്കുന്നതെങ്കിൽ ആ പേഷ്യന്റിന് എന്തൊക്കെ വികാരങ്ങൾ വരും? അവരുടെ എലഗന്റ് ഫീലിങ്സ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു വികാരം നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഉണ്ടാവുന്നു. അതുവഴി ലെസൺ ഹാഫ് ഓഫ് ഹിസ് മിസറി, അവരുടെ ആ പേഷ്യന്റിന്റെ ദുരിതത്തെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധി വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, പകുതി വരെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇൻക്രീസസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ആ ആശുപത്രിയെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ലെവല് ആ പേഷ്യന്റിൽ വർദ്ധിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ഫസ്റ്റ് സെന്റൻസ്? ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് നോക്കിയേ, housekeeping services otherwise called environmental services. ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗസ്കീപ്പിംഗ് സർവീസുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസസ്. Housekeeping services otherwise called environmental services and are very important in providing a safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. എന്താ പറഞ്ഞേ? are very important in providing. ഈ ഒരു ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? in providing a safe, ഒരു സുരക്ഷിതമായ, ക്ലീൻ, വൃത്തിയുള്ളത്, ആൻഡ് പ്ലസന്റ്, മനോഹരവും, ആൻഡ് ഓർഡർലി, വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം പേഷ്യൻസിൽ
ഒഫീഷ്യൽസിനോ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഹൗസ് കീപ്പിംഗ് സർവീസിനുള്ളത്. എന്താ പറഞ്ഞേ? ഹൗസ് കീപ്പിംഗ് സർവീസുകളെ അതർവൈസ് കോൾഡ് എൻവയോൺമെന്റൽ സർവീസ്. ഹൗസ് കീപ്പിംഗ് സർവീസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എൻവയോൺമെന്റൽ സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിംഗ് എ സേഫ്, വളരെ സുരക്ഷിതമായിട്ടുള്ള വൃത്തിയുള്ള മനോഹരമായ ചിട്ടയായ ഒരു പ്രവർത്തന അന്തരീക്ഷം പേഷ്യൻസിനോ അതുപോലെ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം. കിട്ടിയോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. Then the three important housekeeping tasks in hospital consist of the following. ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികൾ എന്ന് പറയുന്നത്? ഓക്കെ, ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ? ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിംഗ് ആണ്. ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിംഗ് ഉള്ളൂ. ആ ഒരു വേർഡ് വേണ്ട കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് അവിടെ വേണ്ട. ഓക്കെ, ടു ക്ലീൻ ആൻഡ് സാനിറ്റൈസിംഗ് high-touch surfaces in patient rooms and rest rooms. Patient rooms എന്ന് പറഞ്ഞാൽ രോഗികളുടെ മുറികൾ അല്ലെ. ആൻഡ് റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ വിശ്രമ മുറികൾ അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ റൂം, രോഗികളുടെ മുറികള്, വിശ്രമ മുറികള്, അങ്ങനെയുള്ള ഇടങ്ങളിലുള്ള ഹൈ ടച്ച് സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ നമ്മൾ തൊടുന്ന പ്രതലങ്ങൾ അല്ലെങ്കിൽ എന്താ ഉയർന്ന സ്പർശന പ്രതലങ്ങൾ അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസ് എവിടെയാണോ, ഒരു പേഷ്യന്റ് റൂമുമായി ബന്ധപ്പെട്ട് എവിടെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന സർഫസ് ഏതൊക്കെയാ വരുന്നത്? അല്ലെങ്കിൽ ഒരു റെസ്റ്റ് റൂം വിശ്രമ മുറിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തൊടുന്ന പ്രതലങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ടാസ്ക് എന്താ? ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് കണ്ടെയ്നർ എന്നാണ് കേട്ടോ. സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. എന്ത് ചെയ്യണം? പേപ്പർ ടവലുകൾ. ചില ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പേപ്പർ ടവലുകൾ വെക്കുന്നത്? കണ്ടിട്ടുണ്ടോ? നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാധാരണ ഹോസ്പിറ്റലുകളൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലും അല്ലെ. പേപ്പർ ടവലുകൾ ഉണ്ടാവും, സോപ്പ് കണ്ടെയ്നറുകൾ ഉണ്ടാവും, അതുപോലെ ഓഫീസിലെ മറ്റു സാധനങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നു പോയാല്, എംപ്റ്റി ആയി പോയാല്, തീർന്നു പോയി കഴിഞ്ഞാൽ അതൊക്കെ ഫില്ലപ്പ് ചെയ്ത് വെക്കാം. നിറച്ചു വെക്കുക. ഒരു പേപ്പർ ടവൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിറച്ചു വെക്കുക. സോപ്പ് കണ്ടെയ്നറിൽ സോപ്പ് ഒന്നും ഇല്ലെങ്കിൽ അത് നിറച്ചു വെക്കുക, അത് ചെയ്ത് വെക്കുക. ഓഫീസിൽ എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഫിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്കിൽ വരുന്ന കാര്യം. മൂന്നാമതായിട്ട് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. ഹോസ്പിറ്റലിൽ വരുന്ന വേസ്റ്റുകൾ, അവരെല്ലാം വേസ്റ്റ് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ? ഹൗസ് കീപ്പിങ്ങിന് വരുന്ന സ്റ്റാഫുകള് നമ്മുടെ റൂമിലെ ആണെങ്കിലും പുറത്തിരിക്കുന്ന ഹോസ്പിറ്റലിലെ പുറത്തുള്ള ബാസ്കറ്റിലൊക്കെ വേസ്റ്റ് അവരെല്ലാം എടുത്തോണ്ട് പോകുന്നേ. ആ ഒരു വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് പ്രോപ്പർലി എന്നാണ് കേട്ടോ അവിടെ. പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യണം അല്ലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്കിൽ വരുന്ന കാര്യമാണ്. 3 ഹൗസ് കീപ്പിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ അല്ലെങ്കിൽ ജോലികളാണ് ഹോസ്പിറ്റലിലുള്ളത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പേഷ്യന്റ് റൂം, റെസ്റ്റ് റൂം മുതലായ ഇടങ്ങളില് ഹൈ ടച്ച് സർഫസ്, ഉയർന്ന നമ്മൾ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ തൊടുന്ന പ്രതലങ്ങള് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് എംപ്റ്റി പേപ്പർ ടവലുകളാവാം, സോപ്പ് കണ്ടെയ്നറുകള്, ഓഫീസിലെ മറ്റ് സാധനങ്ങൾ മുതലായവ എംപ്റ്റി ആയിട്ട് ഒഴിഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിറച്ചു വെക്കുക. മൂന്നാമതായി പറഞ്ഞത് ഹോസ്പിറ്റൽ വേസ്റ്റുകള് ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. ക്ലിയർ ആണോ? 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകള്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഒരു ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ടു ഇംപാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. എന്താണ്? ഒരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക അല്ലെ. ഹൗസ് കീപ്പിംഗിന്റെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയല്ലേ? എല്ലായിടവും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ലൊരു ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക എന്ന് വെച്ചാൽ എന്തായിരിക്കും?
എന്താണ് നമ്മളാണെങ്കിലും ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന്? നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ സേവനങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരിൽ നിന്ന്? ഒന്നും പ്രതീക്ഷിക്കുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വായിച്ച് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തായിരിക്കും നമ്മുടെ പ്രതീക്ഷിക്കുന്നത്? അതെ, വൃത്തിയായിട്ട് അവിടെ എപ്പോഴും എല്ലാ ഇടങ്ങളും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുക എന്നല്ലേ, ഇടണം എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹം എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിറവേറ്റി നൽകുക എന്നത് ഒരു ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യത്തിൽ വരുന്നതാണ്. മൂന്നാമതായി പറയുന്നത് ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി എന്താ? ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക. നല്ലൊരു സർവീസ്, ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ റെപ്യൂട്ടേഷൻ ഒന്നും വരില്ല, അല്ലെ? അതേസമയം ഒരു സർവീസ് നല്ല രീതിയിൽ ചെയ്യുന്നില്ല, എല്ലാ ഇടങ്ങളും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നില്ല, അതുവഴി ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻസ് വരുന്നവർക്ക് ഉണ്ടായി എന്ന് വെച്ചാൽ എന്താ പറ്റുക? അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തിയിൽ കുറവ് വരാം, അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി നിലനിർത്തുക എന്നതും ഒരു ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യത്തിൽ വരുന്നതാണ്. ഫോർത്ത് വൺ ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസിനെ അണുബാധകളെ നിയന്ത്രിക്കുക. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗിൽ ഏതൊക്കെയാ വന്നേ? ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, നല്ലൊരു ശുചിത്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമത് പറഞ്ഞ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സർവീസുകളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിറവേറ്റി നൽകുക. മൂന്നാമതായി പറയേണ്ട ടു മെയിൻറ്റെയിൻ, ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനിൽ പ്രശസ്തി നിലനിർത്തുക. നാലാമതായി പറയുന്ന ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകളെ നിയന്ത്രിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് കോമൺ സാനിറ്റേഷൻ, ക്ലീനിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്നാണ് കേട്ടോ. കോമൺ സാനിറ്റേഷൻ, ക്ലീനിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അപ്പൊ പൊതുവായിട്ടുള്ള പൊതു ശുചിത്വം നിലനിർത്തണം, അതുപോലെ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ കംഫർട്ടബിൾ സുഖകരമായിട്ടും വൃത്തിയുള്ളതും സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുക എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമതായി പറയുന്നത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ് എന്നല്ല കേട്ടോ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നാണ് കേട്ടോ. അവിടെ അറ്റ്മോസ്ഫിയർ, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നോക്കിയേ. ഡെവലപ്പിംഗ് പൊളൈറ്റ്, വളരെ മര്യാദയുള്ളതും, ആൻഡ് റിലയബിൾ വിശ്വസനീയവും, ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക. Then good interdepartmental hearty relations. ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നല്ലൊരു ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കുക. Then ensuring safety of staff, patient and the relatives. അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന്റെ ആവാം, അവിടെ ഉള്ള ജീവനക്കാരുടെ, അതുപോലെ പേഷ്യൻസിന്റെ കൂടെ വരുന്ന റിലേറ്റീവ്സ് മുതലായ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക. Then നോക്കിയേ, ക്വാളിറ്റി റിസ്ട്രെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. ഇനി അവിടെ ഹൗസ് കീപ്പിംഗിന് വേണ്ടി നമ്മൾ ഒരുപാട് ക്ലീനിങ് ഏജൻസ് ഉപയോഗിക്കാറുണ്ട്, സാനിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ശുചിത്വപരമായിട്ടുള്ള ഉപകരണങ്ങള്, ക്ലീനിങ് ഏജന്റ് മുതലായവരുടെയൊക്കെ ക്വാളിറ്റി റീസ്ട്രെയിൻ ചെയ്യുക, നിലനിർത്തുക. Then proper record keeping and feedback. കൃത്യമായ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുകയും ഫീഡ്ബാക്ക് എന്ന് പറയുന്ന പ്രതികരണങ്ങൾ നോട്ട് ചെയ്യുകയും ചെയ്യുക. നോക്കിയേ, ഒബ്ജക്റ്റീവ് ഓഫ് ഹൗസ് കീപ്പിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടി പറയാണ് കേട്ടോ മിസ്. നോക്കിയേ, കോമൺ സാനിറ്റേഷൻ പൊതു ശുചിത്വം നിലനിർത്തുക, അതുപോലെ വൃത്തിയുള്ളതും ഒരു സുഖകരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. വളരെ മര്യാദയുള്ളതും അല്ലെങ്കിൽ മര്യാദപരമായിട്ടുള്ളതും വിശ്വസനീയമായതും അതുപോലെ ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം വികസിപ്പിക്കുക
ചെയ്യുക. മൂന്നാമതായി പറയുന്ന ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ നല്ലൊരു ഹേർട്ടി റിലേഷൻ, നല്ല ഹൃദ്യമായ ഒരു ബന്ധം നിലനിർത്താനായിട്ട് സഹായിക്കുക. നെക്സ്റ്റ് പറയുന്ന എൻഷുവറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ജീവനക്കാര്, പേഷ്യൻസ്, അവരുടെ റിലേറ്റീവ്സ് മുതലായവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. അവിടെ സാനിറ്ററി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ശുചിത്വപരമായിട്ടുള്ള ഉപകരണങ്ങൾ, ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ക്ലീനിങ് ഏജൻസ് മുതലായവയുടെയൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം നിലനിർത്തുക. ലാസ്റ്റ് വരുന്ന എന്താ? പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. കൃത്യമായി ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുക, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങളും നോട്ട് ചെയ്യുക. കിട്ടിയോ ഒബ്ജക്റ്റീവ് ഓഫ് ഹൗസ് കീപ്പിംഗ്? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ലൊക്കേഷൻ. എന്താണ് ലൊക്കേഷൻ നോക്കിയേ. ഹൗസ് കീപ്പിംഗ് അറ്റൻഡ്സ് ഓൾ ഏരിയാസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയകളും അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റ് എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യുന്ന, എല്ലാ വകുപ്പുകളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. കണ്ടിട്ടുണ്ടോ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണോ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ മറ്റെല്ലാ മേഖലകളിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. maybe situated in a non-prime area. ഒന്നൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ച് എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിക്കാം കേട്ടോ. ഹൗസ് കീപ്പിംഗിന്റെ എവിടെയാണ് ലൊക്കേഷൻ? നോൺ പ്രൈം ഏരിയ. എന്താണ് നോൺ പ്രൈം ഏരിയ? അധികം പ്രാധാന്യം ഇല്ലാത്ത ഏരിയ ആണ് നോൺ പ്രൈം ഏരിയ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ റൂമൊക്കെ പെട്ടെന്ന് നമ്മൾ ചെല്ലുന്ന സ്ഥലത്താണോ അതിന്റെ ആ റൂം വെക്കാറ്, ലൊക്കേഷൻ വരാറ്? ആണോ? ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, സാധനങ്ങൾ വെക്കുന്നത് നമ്മൾ എപ്പോഴും ചെല്ലുന്നല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിലായിരിക്കും അല്ലെ. ഒഴിഞ്ഞ ഇടങ്ങളിൽ അല്ലെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത, അധികം ആരും ചെല്ലാത്ത ഇടങ്ങൾ നോക്കിയായിരിക്കും അതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതാണ് നോൺ പ്രൈം ഏരിയ. അധികം പ്രാധാന്യമില്ലാത്ത ഏരിയകൾ നോക്കിയായിരിക്കും ഹൗസ് കീപ്പിംഗ് സർവീസുകളുടെ ലൊക്കേഷൻ വരുന്നത്. Then it should be as far as possible. First നിലയിലാണോ രണ്ടാമത്തെ നിലയിലാണോ ഒന്നും പറയുന്നില്ല കേട്ടോ. Then it should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping materials and equipment. ഇനി ഈ പറയുന്ന ഹൗസ് കീപ്പിംഗിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നോൺ പ്രൈം ഏരിയ, അധികം ആരുടെയും ശ്രദ്ധ ചെലുത്താത്ത അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത ഒരു ഏരിയയിലായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. And it should be as far as possible centrally located. ഒരു 2-3 നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഒരു സെന്റർ നോക്കിയിട്ട് ഒരു മധ്യഭാഗത്തായിട്ടായിരിക്കണം ഈ ഒരു ഹൗസ് കീപ്പിംഗിന്റെ ലൊക്കേഷൻ വരേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നേരെ ലംബമായിട്ട് അല്ലെങ്കിൽ നേരെ നമുക്ക് സാധനങ്ങൾ ഈസി ആയിട്ട്, അതാണ് ടു മേക്ക് വേ ഫോർ ഈസി മൂവ്മെന്റ് ഓഫ് ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് ആൻഡ് എക്വിപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ അതുപോലെ ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് നേരെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഓരോ ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാകുന്നതിന് വേണ്ടിയാണ് ഒരു മധ്യഭാഗത്തായിട്ട് ഈ ഹൗസ് കീപ്പിംഗ് ലൊക്കേഷൻ വരണമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലൊക്കേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം ചോദിക്കാറുണ്ട് കേട്ടോ. എത്ര ലെവൽ ഉണ്ട് ഓർഗാനോഗ്രാമിന്? എത്ര ലെവൽസ് ഉണ്ട്? അതുപോലെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ആരൊക്കെയാണ്? അത് ചോദിക്കാറുണ്ട് കേട്ടോ. ചെറിയ ഒരു ഓർഗാനോഗ്രാം ആണ്. നോക്കിയേ, ഫസ്റ്റ് വരുന്ന ആരാണ്? എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, മാനേജർ. 3 ലെവലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആരാ? എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, മാനേജർ. ആരാണ് എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, മാനേജർ എന്ന് പറഞ്ഞാൽ? ഹെഡ് ആണ് കേട്ടോ. ആ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. നോക്കി അവരെന്താ ചെയ്യുന്നത്? ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്ന വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഓർ ഷീ ഷുഡ് ബി ഏബിൾ ടു ഫോം, കൺട്രോൾ ആൻഡ് ഡെവലപ്പ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി എന്താ അവർ ചെയ്യുന്നത്? ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്താ ചെയ്യുന്നത്? ഷുഡ് ബി ഏബിൾ ടു ഫോം, കൺട്രോൾ ആൻഡ് ഡെവലപ്പ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ്
സർവീസുകൾ സേവനങ്ങൾക്ക് ആവശ്യമായ ഓരോ കാര്യങ്ങളും ഫോം ചെയ്യുക, രൂപപ്പെടുത്തുക, അതിനെ നിയന്ത്രിക്കുക, ആവശ്യമായ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വികസനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന് ഉണ്ടായിരിക്കണം. ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞേ? നമ്മുടെ ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് തന്നെയാണ് അല്ലെ. അവരാണ് ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി അവരെന്താണ് അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്? He or she should be able to form, control and develop housekeeping services in the hospital. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും രൂപപ്പെടുത്തണം, നിയന്ത്രിക്കണം, ഡെവലപ്പ് ചെയ്യാനുമുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ആള് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇനി എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറുടെ കീഴിൽ വരുന്ന ആളുകളാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറോ ഫ്ലോർ സൂപ്പർവൈസർ. ഇനി അവരുടെ ജോലികൾ എന്തൊക്കെയാന്ന് നോക്കിയേ. trained and acquainted with the housekeeping procedures and able to manage the housekeeping staff. ഇനി എന്താ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആണെങ്കിലും ഫ്ലോർ സൂപ്പർവൈസർ ആണെങ്കിലും അവരുടെ ജോലി എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? trained and acquainted with the housekeeping procedures. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഹൗസ് കീപ്പിംഗ് സർവീസുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് കൃത്യമായിട്ട് അവർ ചെയ്യേണ്ടത് എന്നതിനുള്ള ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങളോ, അതില് അക്വൈന്റഡ് പറഞ്ഞാൽ പരിചയം കേട്ടാ, പരിശീലനങ്ങളോ പരിചയവും ആർക്കുണ്ടായിരിക്കണം? ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഫ്ലോർ സൂപ്പർവൈസറിനും ഉണ്ടായിരിക്കണം. ആൻഡ് ഏബിൾ ടു മാനേജ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അവരുടെ കീഴിൽ വരുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്താ പറയുക? നമ്മള് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, ഫ്ലോർ സൂപ്പർവൈസർ മുതലായവർക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഓരോ നടപടിക്രമങ്ങളും എങ്ങനെയാണ് അവിടെ പ്രവർത്തനമാക്കേണ്ടത് എന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുള്ളവരായിരിക്കണം. അതിൽ പരിചയവും ഉണ്ടായിരിക്കണം. രണ്ടാമതായി പറയുന്നത് able to manage the housekeeping staff. അവരുടെ കീഴിലുള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൂടി ഇവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഓക്കെ. Then third one ആണ് housekeeping employees. ആരാണ് housekeeping employees? Mostly inexpert and lowest paid. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് housekeeping employeesനെയാണ് അല്ലെ. ഏറ്റവും താഴെ ക്ലീൻ ചെയ്യാനൊക്കെ വരുന്നവരെയല്ലേ കണ്ടിട്ടുണ്ടാവുക നിങ്ങള് അല്ലെ? ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. എന്തായിരിക്കും നോക്കി അവരുടെ പ്രധാനപ്പെട്ട ജോലികള്? മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും. അവരെങ്ങനെയാണ്? വലിയ രീതിയിലുള്ള എക്സ്പേർട്ട് അല്ലെങ്കിൽ എന്താ നല്ല രീതിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യമുള്ളവരൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും. എന്താണ്? കുറഞ്ഞ ശമ്പളമായിരിക്കും അവർക്ക് ഉണ്ടാവുന്നതും. അപ്പൊ അവരേറ്റവും വൈവിധ്യം കുറഞ്ഞവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എങ്ങനെയായിരിക്കും? അവർക്ക് കുറഞ്ഞ ശമ്പളവുമായിരിക്കും. Must be well familiar with the housekeeping procedures by training and education. പക്ഷെ അവർ ചെയ്യുന്ന ജോലികൾ എങ്ങനെയാ? വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് അവർ ചെയ്യാറില്ലേ വർക്കുകള്? കണ്ടിട്ടില്ലേ? നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന പതുക്കെ പതുക്കെയാണ് അവർ ചെയ്യുന്നത്. ഇല്ല, ഭയങ്കര സ്പീഡിലും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ വന്നിട്ട് ചെയ്തിരിക്കുന്നത്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. എന്താ? ഫെമിലിയർ വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഈ ഒരു ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിസിൽ അവർ നല്ല രീതിയിൽ ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ വെൽ ഫെമിലിയർ ആണ്, നല്ല പരിചയമുള്ളവരായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്കത് വർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഒരു ഹൗസ് കീപ്പിംഗ് എംപ്ലോയി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അവർ ഇൻഎക്സ്പേർട്ട്, വൈവിധ്യം കുറഞ്ഞവരായിരിക്കും. നല്ല സ്കില്ലുള്ളവരൊന്നും ആയിരിക്കില്ല. എന്നാൽ
അതുകൊണ്ട് തന്നെ അവർക്ക് ശമ്പളവും കുറവായിരിക്കും. പക്ഷെ അവര് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അവർക്ക് വളരെ ഫെമിലിയർ അല്ലെങ്കിൽ പരിചിതമായിരിക്കും. എന്തിലൂടെയാണ്? ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻസും അവർക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് വന്നത് കൊണ്ട് തന്നെ അവർ അതിൽ നല്ല ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള വ്യക്തികൾ കൂടിയായിരിക്കും. ഓക്കെ ആണോ ഓർഗാനോഗ്രാം? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. എന്തൊക്കെ ഫെസിലിറ്റികളാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസുകളാണ് ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് വേണ്ടത്? ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അതിന് കുറച്ച് സൗകര്യങ്ങളും സ്ഥലപരിമിതികളും ഒക്കെ ആവശ്യമായിട്ടുണ്ട് അല്ലെ. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസസ് ആർ നീഡഡ് ഫോർ ഹൗസ് കീപ്പിംഗ്. ഏതൊക്കെ ഫെസിലിറ്റി അല്ലെങ്കിൽ സ്പേസ് ആണ് വേണ്ടത്? ഫസ്റ്റ് വൺ ആണ് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ ഓർഗനോഗ്രാമിൽ പറഞ്ഞ ഹെഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, മാനേജറിന് ഒരു ഓഫീസ് അവർക്ക് വേണം. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ഓഫീസ് വേണം. രണ്ടാമതായി പറയുന്നത് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. നമ്മുടെ ക്ലറിക്കൽ ആയിട്ടുള്ള വർക്കുകൾ അല്ലെ, ക്ലർക്ക് പോലെ ചെയ്യുന്ന പോലെയുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കണക്കുകൾ നോക്കുക, ഓരോ ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ക്ലറിക്കൽ വർക്കുകൾ നടത്താനായിട്ട് ഒരു ഏരിയ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് ഓർ ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസേഴ്സ്. ഇനി എന്താണ്? ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ലെവലിൽ പറഞ്ഞ ആളുകളാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. ഫ്ലോർ സൂപ്പർവൈസറിനും ഒരു ഓഫീസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ഈ പറയുന്ന മൂന്ന് പേർക്കും എന്ത് വേണം? ഓരോ ഓഫീസ് അല്ലെങ്കിൽ സ്പേസ് വേണം കേട്ടോ. Next നോക്കിയേ, it is desirable that the floor supervisors are physically located in their concerned area of supervision where the personnel under them work. ഇനി ഒരു ഫ്ലോർ സൂപ്പർവൈസർ എവിടെയായിരിക്കണം ജോലി, എവിടെയായിരിക്കണം അവരുടെ ഓഫീസ് വരേണ്ടത്? എവിടെയായിരിക്കണം? സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? അവര് മേൽനോട്ടം വഹിക്കേണ്ട ആളുകളാണ് അല്ലെ. അപ്പൊ എവിടെയായിരിക്കണം അവരുടെ ആ ഒരു ഓഫീസ് വരേണ്ടത്? അവരുടെ ജീവനക്കാര് ചിലപ്പോ ഒരു ബിൽഡിങ്ങില് ഇപ്പൊ ഒരു താഴത്തെ നിലയില് ഫസ്റ്റ് ഫ്ലോറില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജീവനക്കാര് കുറച്ച് പേര് അവിടെ നിന്ന് വർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഓഫീസ് കൊണ്ടുപോയി രണ്ടാം നിലയിൽ വെച്ചാൽ ശരിയാവോ? അത് അവർക്കപ്പൊ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എപ്പോഴും ഫ്ലോർ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത് ആ ഫ്ലോറിൽ അവരുടെ ജീവനക്കാരെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും അവരുടെ കൺസേൺ ഏരിയയിൽ അവരുമായി ബന്ധപ്പെട്ടത് സൂപ്പർവിഷൻ നടത്തേണ്ട മേഖല അല്ലെങ്കിൽ ഏരിയ ഏതാണ്, അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളില് അനുയോജ്യമായിട്ടുള്ള അഭികാമ്യമായിട്ടുള്ള ഇടങ്ങളിലായിരിക്കണം ഒരു ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് വരേണ്ടത്. അപ്പൊ ആ ഒരു ഏരിയയിലായിരിക്കും അവര് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സൂപ്പർവൈസ് ചെയ്യുന്ന ജീവനക്കാര് വർക്ക് ചെയ്യുന്നത് എവിടെയാണോ അവരെവിടെയാണോ നിരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മേൽനോട്ടം വഹിക്കേണ്ട ഏരിയ ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള അഭികാമ്യമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് വരേണ്ടത്. ക്ലിയർ ആണോ? ആ 3 പോയിന്റ്സിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? Okay. Then next നോക്കിയേ, സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. നമ്മുടെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റോറേജ് റൂം വേണം. സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്, ഉപകരണങ്ങൾ വെക്കാനായിട്ടൊരു സ്റ്റോറേജ് റൂം വേണം. അതുപോലെ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വെക്കാനൊരു സ്റ്റോറേജ് ഏരിയ വേണം. Then ഹൗസ് കീപ്പിംഗ് janitors closets on all floors throughout the house. Hospital equipped with the floor sinks and space and shelves for housekeeping equipment, carts, buckets and supplies. എന്താണ് ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജാനിറ്റേഴ്സ് ക്ലോസറ്റ് പ്രത്യേകം അവരുടെ എടുത്ത് പറയുന്നുണ്ട്. സാധാരണ ക്ലോസറ്റ് നമ്മൾ കേട്ടിരിക്കുന്നത് ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഇത് ആ ക്ലോസറ്റ് അല്ല കേട്ടോ.
എന്തായിരിക്കും? ഒരു ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാല് ഹൗസ് കീപ്പിംഗ് റൂം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ഒരിക്കലും നിങ്ങൾ സാധാരണ ഒരു ക്ലോസറ്റ് ആണെന്നുള്ള രീതിയിൽ അവിടെ കൺസിഡർ ചെയ്താൽ അതൊരിക്കലും അത് ശരിയാവില്ല കേട്ടോ. ജാനിറ്റേഴ്സ് ക്ലോസറ്റ് പ്രത്യേകം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ആ ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറേജ് ഏരിയ തന്നെയാണ്. അപ്പൊ ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ഒരു റൂം ആവുമ്പോൾ അത് എല്ലാ നിലകളിലേക്കും എന്ത് ചെയ്യണം? അതാണ് പറയുന്നത് ഓൺ ഓൾ ഫ്ലോർസ് ത്രൂഔട്ട് ദ ഹോസ്പിറ്റല്. ഹോസ്പിറ്റലിലെ എല്ലാ നിലകളിലും ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ളൊരു റൂം പ്രൊവൈഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ക്ലോസറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു റൂം കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഓരോ നിലകളിലും അങ്ങനെ ഒരു റൂം പ്രൊവൈഡ് ചെയ്യുന്നത്? വെറുതെ കൊടുക്കുന്നതാണോ ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള റൂമുകള്? ആണോ? വെറുതെ കൊടുക്കുകയാണോ ചെയ്യുന്നേ? ആണോ? നിങ്ങളൊന്ന് ആലോചിക്കേ. സ്റ്റാഫിന് വേണ്ടിയാണ്. അതുപോലെ എന്താണ് ഇപ്പൊ ഹൗസ് കീപ്പിംഗ് അപ്പൊ ഡെയിലി നമ്മൾ ഓരോ ഫ്ലോർസും ക്ലീൻ ചെയ്യാറുണ്ട് അല്ലെ? അതെ, ക്ലീനിങ് എക്യുപ്മെന്റുകൾ വെക്കാനായിട്ട്, ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, മോപ്പ്, അതുപോലെ ഒരുപാട് സാധനം, ക്ലീനിങ് ലിക്വിഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പൊ നമ്മുടെ ആ ഒരു ഫ്ലോറിലെ കാര്യങ്ങളെല്ലാം ദിവസേനയുള്ള ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതിനു വേണ്ടി നല്ല രീതിയിൽ എല്ലാ ദിവസവും അവിടെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് ആ ഒരു അന്തരീക്ഷം വൃത്തിയായിട്ട് വെക്കാനായിട്ട് എന്തൊക്കെ ഉപകരണങ്ങളും എന്തൊക്കെ സാധനങ്ങളും ആവശ്യമായിട്ട് വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ പറയുന്ന ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകളിൽ അതാണ് ഫ്ലോറുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാനും വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ആ ഒരു ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ആ റൂമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം? എക്യുപ്ഡ് വിത്ത് ഫ്ലോർ സിങ്കുകൾ വേണം. ഫ്ലോറില് സിങ്കുകൾ, അതായത് കഴുകി വെള്ളമൊക്കെ കളയാനായിട്ടുള്ള രീതിയിലുള്ള ഫ്ലോർ സിങ്കുകൾ വേണം. സ്പേസ് ആൻഡ് ഷെൽഫ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് വേണം. ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അത് വെക്കാൻ ഷെൽഫുകൾ വേണം. കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ വണ്ടികൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? പിന്നെ ഹൗസ് കീപ്പിംഗ് തുടയ്ക്കാനൊക്കെ വരുന്നവര് ഇങ്ങനെ ട്രോളി പോലെ ഉരുട്ടിക്കൊണ്ടുവരുന്ന ചെറിയ ചെറിയ വണ്ടികൾ കണ്ടിട്ടില്ലേ? ലിക്വിഡ്സും നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ച ആ ഒരു ബക്കറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളാണ് കാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ബക്കറ്റ് ആൻഡ് സപ്ലൈസ്. ബക്കറ്റും മറ്റു സാധനങ്ങളും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം? ഈ ഓരോ നിലകളിലെയും ഈ ജാനിറ്റേഴ്സ് ക്ലോസറ്റുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ മീനിങ് മനസ്സിലായോ? ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റൊട്ടീൻ. എന്തിനാണ് ഇങ്ങനെ ഓരോ നിലകളിലും കൊടുത്തിരിക്കുന്നത്? ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റൊട്ടീൻ, അവരുടെ ദിവസേനയുള്ള ദിനചര്യയുടെ ഭാഗമായിട്ട് സപ്ലൈസ് ഫോർ ഡെയിലി യൂസ് ഓൺ ഫ്ലോർസ്. ദിവസേന ആ ഫ്ലോറില് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റുകള് ദിവസേന എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ക്ലീനിങ്ങിന് വേണ്ടി ആവശ്യമായി വരുന്നത് അതെല്ലാം ഈസിലി ഡയറക്ട്ലി ക്ലോസറ്റുകൾ അല്ലെങ്കിൽ റൂമിൽ നിന്ന് നേരിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ നിലകളിലും ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിട്ടിയോ? അപ്പൊ പോയിന്റ് ക്ലിയർ ആയോ? ആ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സിൽ ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ ഫങ്ഷൻസ് നോക്കിയേ. ഇനി അടുത്തതാണ് ഫങ്ഷൻസ് കേട്ടോ. നോക്കി, ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലെ? അതിന്റെ ഉത്തരവാദിത്വം, ഒരുപാട് ജോലികൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഡെയിലി ക്ലീനിങ്. നമ്മുടെ വീടുകളിലെ ക്ലീൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ വീടുകളിൽ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഡെയിലി ക്ലീനിങ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദിവസേന നമ്മൾ ചില ഭാഗങ്ങൾ ദിവസേന നമ്മൾ ക്ലീൻ ചെയ്യും ഇല്ലേ? ചില സാധനങ്ങൾ, ചില ഏരിയാസ് നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യില്ല
ഇല്ലേ? ചില സാധനങ്ങളാവാം, അല്ലെങ്കിൽ ചില വീടുകളിൽ ചില ഏരിയാസ് ആവാം. അതൊക്കെ നമ്മൾ ഒരു പീരിയോഡിക്കലി ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത്, ആനുകാലികമായിട്ട്. ചിലപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ, നമുക്ക് ലീവ് കിട്ടുന്ന ദിവസത്തിനനുസരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻസ് വരുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ മന്ത്ലി 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാറില്ലേ വീടുകളിലും? ചില ഏരിയാസ് അല്ലെങ്കിൽ ചില സാധനങ്ങള് ചെയ്യാറുണ്ട്. എല്ലാ ഭാഗവും നിങ്ങൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ? അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ആദ്യമേ അത് പറഞ്ഞത്. നോക്കി, ഡെയിലി ക്ലീനിങ് എന്ന് പറയുമ്പോൾ ദിവസേനയുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഹോസ്പിറ്റലിലെ ഡെയിലി ദിവസേന എന്തൊക്കെ ക്ലീനിങ്ങുകളാണ് ചെയ്യുന്നത് നമ്മളറിയാം. ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്. എന്ത് ചെയ്യുന്നു? ദിവസേന അവർ തറ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാറില്ലേ? എല്ലാ ദിവസവും അവർ ചെയ്യാറില്ലേ? അതാണ് ഒന്നാമത്തെ പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്. എല്ലാ ദിവസവും ഫ്ലോർ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുന്നു. ഡസ്റ്റിംഗ്, താഴെയുള്ള പൊടികളൊക്കെ അടിച്ചു വാരി തൊട്ടിച്ച് കളയാറില്ലേ? നമ്മുടെ വീടുകളിൽ ചെയ്യാറില്ലേ? ഡെയിലി അടിച്ചു വാരാറില്ലേ? ഡസ്റ്റ് ഒക്കെ പൊടിയൊക്കെ ഇടയിൽ അടിച്ചു വാരി കളയാറുണ്ട്, തൂത്തു തുടച്ച് വൃത്തിയാക്കാറുണ്ട് ഇല്ലേ? അത് തന്നെയാണ് ഇവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള്. നെക്സ്റ്റ് നോക്കിയേ, ഫർണിച്ചറിനെ, നമ്മുടെ ഫർണിച്ചറുകളിലൊക്കെ ചിലപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യും? കാണുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്തു തുടച്ച് അങ്ങനെ ഇടും അല്ലെ? ചെയ്യാറില്ലേ? ഡീപ് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി ഒന്ന് അടിച്ചു വാരുന്നതിന്റെ കൂട്ടത്തിൽ ചെയ്തു പോവാറില്ലേ? ഫർണിച്ചറൊക്കെ ഒന്ന് ഡസ്റ്റ് ഒക്കെ പൊടിയൊക്കെ തട്ടിക്കളയാറില്ലേ? അതുപോലെ ക്ലീനിങ് ഫർണിച്ചർ വാൾസ്, ക്ലീനിങ് ഫിക്സ്ചർ വാൾസ് എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ക്ലീനിങ് ഫിക്സ്ചർ വാൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഫിക്സ്ഡ് ആയിട്ട്, അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളില് പല രീതിയിൽ എന്താണ് സ്ക്രീൻ ചെയ്യാറുണ്ട് അല്ലെ? സ്ക്രീനുകളൊക്കെ ഇട്ട് മറയ്ക്കാറില്ലേ? പല ഏരിയാസ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ? ഒരു റൂം തന്നെയാണെങ്കിലും പല ഇതിന് വേണ്ടിയിട്ട് സ്ക്രീനുകൾ കൊണ്ട് മറച്ചിട്ടുണ്ടാവും അല്ലെ? അതാണ് ഫിക്സ്ചർ വാൾസ്. അപ്പൊ അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഭിത്തികളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വാൾസ് ഒക്കെ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയാസ് അല്ലേ അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയക്ക് കൃത്യമായിട്ട്, ഇപ്പൊ ചിലതൊക്കെ ഗ്ലാസ് കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും സ്ക്രീൻ കർട്ടനുകളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കർട്ടനൊക്കെ നമ്മൾ ഇറക്കി വെക്കുകയാണ് വാശിയുള്ളെങ്കിലും ഇങ്ങനെ ഗ്ലാസുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ക്രീന്, ഫിക്സ്ഡ് ആയിട്ടുള്ള വാൾസ് അല്ലെങ്കിൽ ഭിത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഡെയിലി ക്ലീൻ ചെയ്യണം. ഈ പിടിച്ച പാടുകളോ കാര്യങ്ങളോ ഒന്നും ഒക്കെ ഉണ്ടാവാൻ പാടില്ല. ദെൻ സീലിങ്ങുകള്, വിൻഡോസ് ആൻഡ് ബാത്റൂംസ്. സീലിങ്ങുകള് ഇപ്പൊ നമുക്ക് കയ്യെത്താവുന്ന ഭാഗങ്ങളാണ് പറയുമ്പോൾ, ഭയങ്കര ഉയരത്തിലുള്ള സീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, അല്ലാതെയുള്ള സീലിങ്ങുകളായാലും വിൻഡോസ് ആൻഡ് ബാത്റൂമുകള്, നമ്മുടെ വിൻഡോസ്, ജനാലകള്, ബാത്റൂമുകള് എല്ലാം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഇടങ്ങളാണ് ഇതെല്ലാം. ട്രാഷ് ആൻഡ് ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് ഇൻ നഴ്സിംഗ് സ്റ്റേഷൻസ്. ട്രാഷ് ക്യാൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാഷ് ക്യാൻസ് ചവറുകൾ അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നുകൾ വെക്കാറില്ലേ ഹോസ്പിറ്റലില്? റൂമുകളുടെ അകത്താവാം, പുറത്താവാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ട്രാഷ് ക്യാൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ എംപ്റ്റി ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ, അതായത് എംപ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞ രീതിയിൽ അത് കൊണ്ടുവന്ന് വെക്കുക. വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അത് ഒഴിഞ്ഞ പോലെ കൊണ്ടുവന്ന് വെക്കുക. ആൻഡ് ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നഴ്സിംഗ് സ്റ്റേഷൻസ്. നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റേഴ്സ്, ഫ്രിഡ്ജ് ഉണ്ടാവാറില്ല നഴ്സിംഗ് സ്റ്റേഷനില് മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്? അതൊക്കെ നമ്മുടെ വീടുകളിലും മരുന്ന് ഈ ഫ്രിഡ്ജിനുള്ളില് ഐസ് കട്ട പിടിക്കാറില്ലേ? ഫ്രിഡ്ജിനുള്ളില്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ? വല്ലപ്പോഴും ആയിരിക്കും, ചിലപ്പോൾ അത് ഒരുപാടാവുമ്പോഴായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല, അത് ഡെയിലി ചെയ്യണം. നഴ്സിംഗ് സ്റ്റേഷൻസിൽ നിന്നുള്ള റെഫ്രിജറേറ്റേഴ്സ് ഡീഫ്രോസ്റ്റിംഗ് ചെയ്യുക. അത് കട്ട പിടിച്ച ഐസുകൾ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീഫ്രോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐസ് മാറ്റി അത് ഐസൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ ഇതെല്ലാം ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഡെയിലി ക്ലീനിങ് നമ്മുടെ വീടുകളിലെ കാര്യം ഒന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ദെൻ സെക്കൻഡ് നോക്കിയേ, പീരിയോഡിക് ക്ലീനിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വീട്ടിൽ നമ്മൾ ആനുകാലികമായിട്ട് മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യമോ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഇടങ്ങളുണ്ടാവും, ഡെയിലി ക്ലീൻ ചെയ്യാത്ത ഇടങ്ങൾ അല്ലെ? അതാണ് പീരിയോഡിക് ക്ലീനിങ്. ആനുകാലികമായ ക്ലീനിങ്ങുകളുടെ പ്രോസസ്സ് എന്തൊക്കെയാണ്? ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്. ജനാലകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ കഴുകി വൃത്തിയാക്കുന്നത്?
അല്ലെ? ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ജനല് കാര്യങ്ങൾ വാതിലൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാറില്ലേ? അത് എല്ലാ ദിവസവും ചെയ്യാറില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ ജനലുകളാണെങ്കിലും അതൊക്കെ എന്ത് ആനുകാലികമായിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലി ആണ് എന്ത് ചെയ്യുന്നത്? ക്ലീൻ ചെയ്യുന്നത്. വാക്സിംഗ് ഫ്ലോർ. ഇപ്പൊ ഫ്ലോർസ് വാക്സ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ഫ്ലോറില് സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് ഫ്ലോറൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് തിളങ്ങി കിടക്കുന്ന രീതിയിൽ ആക്കിയിടുക. ടൈൽസ് ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വുഡനായിട്ടുള്ള ചില വുഡുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഫ്ലോറുകൾ വുഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഫ്ലോർ ഒക്കെ ആണെങ്കിൽ വാക്സ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഷൈൻ ചെയ്യുന്നതും അതിലെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ നീക്കിയത് ഷൈൻ ചെയ്യുന്ന രീതിയിലാക്കുന്നത് വാക്സ് ചെയ്യുന്നത് വഴിയാണ്. അതാണ് അവിടെ വാക്സിംഗ് ഫ്ലോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീനിങ് കാർപ്പറ്റ്സ്. കാർപ്പറ്റ് എങ്ങനെയാ വീട്ടിൽ കഴുകാറ്? കാർപ്പറ്റുകളൊക്കെ ഉണ്ടാവില്ലേ വീട്ടില്? കാർപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ പരവതാനികള് ചവിട്ടികളൊക്കെ ഉണ്ടാവാറില്ലേ വീട്ടില്? നമ്മൾ ചവിട്ടി പോകുന്ന അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാ അതൊക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ എല്ലാ ദിവസവും കഴുകുമോ? ഇല്ല. ഇടയ്ക്കിടയ്ക്കല്ലേ നമ്മൾ അത് എടുത്ത് കഴുകുന്നത്. കൂടുതലും എന്താണ് മുഷിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ അത് എടുത്ത് കഴുകുകയാണ് ചെയ്യാറ് അല്ലെ? ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രേപ്പറീസ്. ഒരുപാട് ഉയരത്തില് ഉള്ള സീലിംഗ്, ഇപ്പൊ ഫാൻ അതുപോലെയുള്ള ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന സീലിംഗിലുള്ള കാര്യങ്ങൾ എങ്ങനെയാ? ഡസ്റ്റ് പൊടികൾ കളയുന്നത് ഇടയ്ക്കിടയ്ക്കല്ലേ നിങ്ങൾ ചെയ്യുന്നേ? അതുപോലെ ഹോസ്പിറ്റലും അത് ഇടയ്ക്കിടയ്ക്കാണ് ചെയ്യുന്നത്. ചേഞ്ചിങ് ഡ്രേപ്പറീസ്. തുണിത്തരങ്ങള് മാറ്റുക, ചേഞ്ച് ചെയ്യുക. നമ്മുടെ വീട്ടിൽ കർട്ടനൊക്കെ ഇടാറില്ലേ? കർട്ടൻസ് ഇടാറുണ്ടാവല്ലോ അല്ലെ? കർട്ടനൊക്കെ എങ്ങനെയാ മാറ്റുന്നത്? എല്ലാ ദിവസവും നമ്മൾ അഴിച്ചു കഴുകോ? ഇല്ല. ഇടയ്ക്കിടയ്ക്കല്ലേ കഴുകുള്ളൂ. അതുപോലെ ഹോസ്പിറ്റലിലും ഇതുപോലെ കർട്ടൻസ് ഉണ്ടാവും, സ്ക്രീനുകൾ ഉണ്ടാവും. ഇതെല്ലാം അവര് പീരിയോഡിക്കലി ആണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? പീരിയോഡിക് ക്ലീനിങ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. എന്തായിരിക്കും ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്ന് പറയുമ്പോൾ? ട്രാഷ് എന്ന് പറയുന്നത് ചവറ്റുകുട്ടകൾ അല്ലെ? നമ്മുടെ ചപ്പുചവറുകള്. ഗാർബേജ് എന്ന് പറയുന്നത് മാലിന്യങ്ങള്. ഇതൊക്കെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ്. നോക്കിയേ, these include collecting trash and garbage from various points within the hospital and moving them to the incinerated dumpster, a very large container for rubbish. എന്താണ് ഇതിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ട്രാഷ് ആൻഡ് ഗാർബേജ് പല ഏരിയയിലും ഹോസ്പിറ്റൽ ഒരുപാട് മേഖലകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? പല പല ചെറിയ ചെറിയ വേസ്റ്റ് ബിന്നുകള് അവിടെയുള്ള ആളുകൾക്ക്, അവിടെ ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ഓരോരോ ഡസ്റ്റ് ബിന്നുകൾ പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എല്ലാ ഏരിയയിലും, അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ഗാർബേജസ്, അവശിഷ്ടങ്ങളാവാം, ചവറുകളാവാം, ഇതെല്ലാം ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് കളക്ട് ചെയ്യണം, ശേഖരിക്കുകയും and moving them to the incinerator dumpster. എന്താണ് ഇൻസിനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല്? എന്താണ് ഇൻസിനറേറ്റ് ചെയ്യുന്ന ഡംസ്റ്റർ? കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കണ്ടെയ്നർ ആണ് കേട്ടോ. എന്താണ് ഡംസ്റ്റർ? ഡംസ്റ്റർ എന്ന് പറഞ്ഞാല് വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബ്ബിഷ്, മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ചവറുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള വലിയ, അത് കത്തിച്ചു കളയാൻ ആവശ്യമായിട്ടുള്ള വലിയ വലിയ കണ്ടെയ്നറുകള് ഹോസ്പിറ്റലിന് പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ടാവും. അവിടേക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ചവറുകളാണെങ്കിലും വേസ്റ്റസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളാണെങ്കിലും മാലിന്യങ്ങളാണെങ്കിലും ഇതെല്ലാം പല ഹോസ്പിറ്റലിലെ പല ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുകയും അത് ഈ ഒരു ഇൻസിനറേറ്റർ ഡംസ്റ്ററിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? തേർഡ് വൺ. ഓക്കെ. ഫോർത്ത് വൺ നോക്കിയേ, ഡിസ്ചാർജ് ക്ലീനിങ്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു പേഷ്യന്റ് പോയി കഴിഞ്ഞ് കഴിയുമ്പോ ആ റൂം ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോ റൂം സ്റ്റാഫുകൾ വന്ന് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ ഡിസ്ചാർജ് ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദിസ് ഇൻക്ലൂഡ് cleaning the patient room after discharge transfer of a patient and make it ready for another patient. ഇവിടെ എന്താ ചെയ്യുന്നത്? അവര് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം അല്ലെ? പേഷ്യന്റിന്റെ രോഗികളുടെ മുറികൾ ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോഴാണ് അത് ക്ലീൻ ചെയ്യുന്നത്? ആഫ്റ്റർ
ഡിസ്ചാർജ് ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ആ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, മറ്റൊരു പേഷ്യന്റിന്റെ ആ റൂമിലേക്ക് വരുന്നതിന് മുൻപ് മേക്കിംഗ് റെഡി ഫോർ അനദർ പേഷ്യന്റ്, മറ്റൊരു പേഷ്യന്റിന് ആ റൂം എന്ത് ചെയ്യണം, റെഡിയാക്കി നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിസ്ചാർജ് ക്ലീനിങ് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഒരു പേഷ്യന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ, ആ പേഷ്യന്റ് ആ റൂം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാവാം. ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി അവർ ആ ഒരു റൂമിൽ നിന്ന് അത് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, ആ റൂം മറ്റൊരു പേഷ്യന്റിന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡിസ്ചാർജ് ക്ലീനിങ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, ഫിഫ്ത് വൺ, എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്. നമ്മുടെ റൂമുകളിലാണെങ്കിലും ഹോസ്പിറ്റലിലെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും ഒരുപാട് പെസ്റ്റുകൾ, കീടങ്ങള്, ചെറുപ്രാണികളൊക്കെ ഉണ്ടാവും അല്ലെ. ഇതെല്ലാം ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, എക്സ്റ്റർമിനേറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക. ചെറുപ്രാണികളാവാം, കീടങ്ങളാവാം, അതിനെയൊക്കെ ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളിൽ നിന്നും എന്ത് ചെയ്യുക, നശിപ്പിച്ച് കളയുക. അപ്പൊ ഇതൊന്നും അങ്ങനെ വളരാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവാനായിട്ട് അനുവദിക്കാതിരിക്കുക. Then sixth one ആണ് preventing spread of infection and ensuring conditions for good patient care. എന്ത് ചെയ്യണം, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ പകരുന്നതിനെ തടയണം. ആൻഡ് എൻഷുവറിംഗ്, തടയുക. അത് എന്താ പറയുന്നത്, ആൻഡ് എൻഷുവറിംഗ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ നല്ല രോഗി പരിചരണം കൊടുക്കാനായിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ സാഹചര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുക. എന്താ പറഞ്ഞേ, പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, അവിടെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ പകരുന്നതിന് തടയുകയും ചെയ്യുക. ആൻഡ് എൻഷുവറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല രോഗി പരിചരണം കൊടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. Then seventh one ആണ് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നേ? വീടുകളിൽ നമ്മൾ വെക്കാറുണ്ട് അല്ലെ, ചില വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാറില്ലേ? അതുപോലെ ചില ഹോസ്പിറ്റലിലും ഇൻഡോർ പ്ലാന്റ്സ് വെക്കാറുണ്ട്. അതിനെന്ത് ചെയ്യണം, വാട്ടറിംഗ് എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ജോലിയും ആരാണ് ചെയ്യേണ്ടത്, ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു 7 പോയിന്റിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണുള്ളത്? ഫസ്റ്റ് 2 ടൈപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് രണ്ടും ചോദിക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗിൽ വരുന്നവ ഏതൊക്കെയാണ്? ഇൻ ഹൗസ് സർവീസ്, ഔട്ട്സോഴ്സിംഗ് സർവീസ്, ബോത്ത് എ ആൻഡ് ബി എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ബോക്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പറയുമ്പോൾ. ഓക്കെ, ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻ ഹൗസ് എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഹോസ്പിറ്റലിലെ നിലവിലുള്ള ജോലിക്കാരെ തന്നെ ജോലികൾ ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ശരിയോ? അപ്പൊ ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാരിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ജോലികൾ ഏൽപ്പിക്കുന്നു. അപ്പൊ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സർവീസുകൾ ആ ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള ജോലിക്കാർക്ക് തന്നെയാണ് നമ്മൾ ആ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നതിനായിട്ട് നമ്മൾ അവരെന്താ ചെയ്യുന്നത്? ഒരു പുറത്ത് കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെയോ നിയമിക്കുന്നു അല്ലെ. പുറത്തു നിന്നും, അതാണ് പുറത്തു നിന്നും എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ കരാറുകാരനെയൊക്കെ നിയമിക്കുന്ന ഒരു രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇൻഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ നിലവിലുള്ള ജോലിക്കാരൻ തന്നെ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻഹൗസ് സർവീസിൽ വരുന്നത്. ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ പുറത്തൊരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു കരാറുകാരനോ ഈ ജോലികൾ ഏൽപ്പിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ്. കിട്ടിയോ? രണ്ടും തമ്മിൽ മനസ്സിലായോ? ഡിഫറൻസ് എന്താണ്? ഇനി മാത്രം ആ ബോക്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടി വെച്ച് പിന്നെയും ചോദിക്കുന്നേ. ഓക്കെ അല്ലേ ഇത് രണ്ടും? ഓക്കെ.
ഇനി നമ്മള് കുറച്ച് ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആ രണ്ട് സർവീസുകൾ, ഇൻഹൗസ് സർവീസുകളുടെയും ഔട്ട്സോഴ്സിംഗ് സർവീസുകളുടെയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നോക്കിയേ. എലമെന്റ്സ്, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന എലമെന്റ് ആണ് നമ്പർ എന്ന് പറയുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ എണ്ണം എങ്ങനെയായിരിക്കും, ഇൻഹൗസ് സർവീസിലെ നമ്പർ എങ്ങനെയായിരിക്കും, ഔട്ട്സോഴ്സിംഗ് സർവീസിലെ നമ്പർ എങ്ങനെയായിരിക്കും എന്ന രീതിയാണ് നോക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇൻഹൗസ് സർവീസില് ഫിക്സഡ് ആസ് പെർ ഓതറൈസേഷൻ, അവരുടെ അംഗീകാരം അല്ലെങ്കിൽ അനുമതി അനുസരിച്ച് ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാർ തന്നെയാണ് അല്ലെ, അവിടെ ഫിക്സഡ് നമ്പർ ആയിരിക്കും, എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ഇൻഹൗസ് സർവീസിൽ വരുന്നത്. അവിടെ നമ്പറിലെ വ്യത്യാസമൊന്നും വരില്ല. ഇപ്പൊ ഒരു 5 പേർക്കാണ് അല്ലെങ്കിൽ ഒരു 10 പേർക്കാണ് ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ജോലികൾ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ 10 പേരുടെ എണ്ണം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, ഒരിക്കലും അതിൽ മാറ്റങ്ങൾ വരുന്നില്ല. ഇപ്പൊ ജോലി കൂടിയാലും കുറഞ്ഞാലും ആ നമ്പർ എപ്പോഴും എങ്ങനെയായിരിക്കും, ആ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട അധികാരിയുടെ അനുമതികൾ പ്രകാരം അല്ലെങ്കിൽ അനുവാദ പ്രകാരം അവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾ തന്നെയായിരിക്കും ഇൻഹൗസ് സർവീസിൽ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ദെൻ ഔട്ട്സോഴ്സിംഗ് സർവീസ് പറയുമ്പോൾ നോക്കിയേ, ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്, അവരുടെ ജോലി ഭാരത്തിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യാറുണ്ട്, ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ കരാറ് ജോലിക്കാരെ വെക്കാറില്ലേ, എന്തെങ്കിലുമൊക്കെ വർക്കുകൾ വരുമ്പോ കോൺട്രാക്ട് ബേസിസിലും ഡെയിലി ബേസിസിലും ജോലിക്കാരെ വെക്കാറുണ്ടോ? നിങ്ങളുടെ വീട് പണിയുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലൊക്കെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് കോൺട്രാക്ട് ചെയ്യുന്നവരെങ്ങനെയാണ്, അവരെന്താ, അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം അറിയുന്നത് എന്താ, ഏറ്റവും എളുപ്പത്തിൽ എത്ര പെട്ടെന്ന് അവിടെ ജോലി ചെയ്ത് തീർത്തവർക്ക് കൊടുക്കാൻ പറ്റുമോ അതാണ് അവർ മുന്നിൽ കാണുന്നത് അല്ലെ, ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേഗത്തിൽ പണി തീർക്കുക, അത് എത്ര ജോലിക്കാരെ വെച്ചിട്ടാണോ അവർ ചിന്തിക്കാറില്ല അല്ലെ. അവിടെ ചിലപ്പോ എന്താണ്, ഇപ്പൊ ഡെയിലി വേജസിനാണ് നമ്മൾ ഒരാൾക്കാരെ വിളിക്കുന്നത് എങ്കിൽ ഒരു വർക്ക് തീരണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കൂലേ, ഒരുപാട് ദിവസം എടുക്കാറുണ്ടോ? അവരെന്താ, ഒരു 4 പേരാണ് ഡെയിലി വരുന്നതെങ്കിൽ ആ 4 പേര് തന്നെയായിരിക്കും ആ പണി തീരുന്നത് വരെ ആ 4 പേര് തന്നെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും ഇല്ലേ. അതേസമയം ഒരു കോൺട്രാക്റ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല, അവർ എത്ര പേരെ മാക്സിമം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും പേരെ ഉൾപ്പെടുത്തി അവരെന്ത് ചെയ്യും, വർക്ക് വേഗം തീർക്കും. അങ്ങനെയല്ലേ, കണ്ടിട്ടുണ്ടോ? വ്യത്യാസമാണ് മിസ് പറഞ്ഞേട്ടാ. അത് തന്നെ ആലോചിച്ചാലേ നിങ്ങൾക്ക് ഇവിടെയും കിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? അത് മനസ്സിലായോ ഒരു ഡിഫറൻസ് എന്താന്നുള്ളത്? ഇപ്പൊ ഔട്ട്സോഴ്സിംഗ് സർവീസിലാവുമ്പോ അവിടെ ഫിക്സഡ് നമ്പർ ഒന്നുമില്ല, അവർക്ക് ചിലപ്പോ വർക്ക് ലോഡ് ജോലിഭാരം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് പണിയെടുക്കാം. അതേസമയം വർക്ക് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ കുറച്ച് കൊണ്ടുവന്നാലും മതി, അവിടെ അതിന്റെ ആളുകളുടെ എണ്ണം ഫിക്സഡ് അല്ല, വർക്ക് ലോഡിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ അല്ലേ നമ്പറിന്റെ കേസ്? സെക്കൻഡ് വൺ നോക്കിയേ, കൺട്രോള്, ഇവരുടെ നിയന്ത്രണം ആരുടെ കീഴിലായിരിക്കും? ഇൻഹൗസ് സർവീസിലാവുമ്പോൾ അവിടെ ഡയറക്റ്റ് കൺട്രോൾ ആണ്, ഹോസ്പിറ്റലിൽ നേരിട്ട് അവിടെ നിയന്ത്രണം നടത്താൻ പറ്റില്ലേ, കാരണം ഹോസ്പിറ്റലിനുള്ളിലുള്ള അവരുടെ ജീവനക്കാരെ തന്നെയാണ് ജോലികൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രണം ആര് തന്നെ നടത്തും, ആ ഹോസ്പിറ്റൽസിന് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇൻഹൗസ് സർവീസുകളെ ആവുമ്പോൾ. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസ് ആവുമ്പോൾ അവിടെ ഹോസ്പിറ്റലുകൾ ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചാൽ പിന്നെ ഹോസ്പിറ്റലിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ച് നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട് പണിയൊക്കെ ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ചാല് നമ്മൾ ആ ആളുകളെ നമ്മൾ ചെന്ന് പിന്നെ നിയന്ത്രിക്കോ, ഇന്ന പണിയെടുക്കുക അല്ലെങ്കിൽ ഇന്ന പണിയെടുക്കുക നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ആ കോൺട്രാക്ടർ ആണ് ചെയ്യുന്നത് അല്ലെ. അതാണ് എവിടെയും പറയുന്നത്, ത്രൂ കോൺട്രാക്ടറിലൂടെയാണ് അവിടെ നിയന്ത്രണം നടക്കുന്നത് അല്ലെ. കോൺട്രാക്ടർ ആണ് അവിടെ എന്തൊക്കെ ജോലികൾ ചെയ്യണം, ആ ജോലിക്കാർ എന്തൊക്കെ രീതിയാണ് ചെയ്യേണ്ടത്, ഈ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ല എന്നുള്ള കാര്യങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് കോൺട്രാക്ടറിലൂടെയായിരിക്കും. ക്ലിയർ അല്ലേ? തേർഡ് വൺ നോക്കിയേ, ഡിസിപ്ലിൻ, അവരുടെ ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എങ്ങനെയായിരിക്കും? ഇൻഹൗസ് സർവീസില് ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, എന്താണ്, ഒരു നീണ്ട ഭരണ പ്രക്രിയയുടെ ഭാഗമായിട്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കൃത്യമായ അവരുടെ പ്രൊസീജിയേഴ്സിലും പോളിസിയിലും പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം അവിടെ കീപ്പ് ചെയ്യണം അല്ലെ. ഏതൊരു സർവീസ് കൊടുത്താലും അവിടെ അത് കീപ്പ് ചെയ്യണം. അത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗമാണ്, ഭരണപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഒരു ഹൗസ് കീപ്പിംഗ് സർവീസില് ഇൻഹൗസ് സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാർ തന്നെ ചെയ്യുന്നത് കൊണ്ട് അവർ അതിനനുസരിച്ചുള്ള കൃത്യമായ ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്തിരിക്കണം. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസിലാവുമ്പോഴോ
അവിടുത്തെ ജീവനക്കാരുടെ നല്ല രീതിയിൽ അച്ചടക്കത്തോടെ നടത്തണം അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കണം എന്ന് അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ആരുടെ ഉത്തരവാദിത്വമായിരിക്കും? ഔട്ട്സോഴ്സിംഗ് സർവീസിൽ അവർ നല്ല അച്ചടക്കത്തോടെ ഇരിക്കുക എന്നുള്ളത് കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവർ കോൺട്രാക്ടർ ആയിരിക്കും അതിന്റെ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളവര്. കോൺട്രാക്ടർ എങ്ങനെയാണ് അവരെ നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നതും. ക്ലിയർ അല്ലേ? ആ 3 പോയിന്റ്സ് വരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then fourth one നോക്കി, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. അവിടെ ജീവനക്കാരുടെ തുടർച്ച എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ നോക്കി, നിങ്ങള് ഒരു ഇൻഹൗസ് സർവീസ് ആവുമ്പോ അവിടെ എത്ര ജോലി വന്നാലും ആര് തന്നെയാ ചെയ്യുന്നേ? അവിടുത്തെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾ തന്നെയല്ലേ ചെയ്യുന്നത്? അതാണ് ഇവിടെ അഷ്വേഴ്സ് hence standard of service can be more stable. ഈ ഒരു ഇൻഹൗസ് സർവീസിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്, സേവന നിലവാരം എന്ന് പറയുന്നത് നമുക്ക് മോർ സ്റ്റേബിൾ അല്ലെങ്കിൽ സുസ്ഥിരമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ സുസ്ഥിരമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്? ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ്. ഇവിടെ ആളുകൾ തമ്മിൽ മാറുന്നത് അല്ലെ? ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾ അല്ലേ? എന്നാൽ നിങ്ങൾ ഔട്ട്സോഴ്സിംഗ് സർവീസ് നോക്കി, സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്. അവിടെ ജീവനക്കാര് ഇപ്പൊ ഇന്ന് വന്ന ആളുകളായിരിക്കില്ല ചിലപ്പോ നാളെ വരുന്നത് അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങൾ വീട്ടിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ? ചിലപ്പോ ഇന്ന് വന്ന ആളുകളെ ആയിരിക്കില്ല നാളെ അവർ കൊണ്ടുവരുന്നത് അല്ലെ? അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സർവീസിന്റെ ആ ഒരു നിലവാരം എന്ന് പറയുന്നതിലും വ്യത്യാസങ്ങൾ വരാം. കാരണം എന്താ? ഒരു ഫിക്സഡ് ആളുകൾ ചെയ്യുമ്പോ അവരതിൽ നല്ല എക്സ്പേർട്ടായി അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഒരു 5 പേരാണ് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത്. ആ 5 പേര് തന്നെയാണ് എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ 5 പേര് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ നല്ല രീതിയിലുള്ള സർവീസ് നമുക്ക് അവിടെ ഉറപ്പ് പറയാൻ അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു നല്ല സർവീസ് അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള സർവീസ് കൊടുക്കാൻ പറ്റും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇൻഹൗസ് സർവീസിലാവുമ്പോൾ. ഔട്ട്സോഴ്സിംഗ് സർവീസിലാവുമ്പോൾ നമുക്ക് അവിടെ എന്താ? സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് അല്ലെങ്കിൽ സർവീസിന്റെ നിലവാരത്തിൽ വ്യത്യാസങ്ങൾ വരും. കാരണം എന്താ? അവിടെ വരുന്ന സ്റ്റാഫുകള് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഫിക്സഡ് ആയിട്ടുള്ള ആളുകളല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ഇന്ന് വരുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ നാളെ വരുന്നത്. അപ്പൊ അവിടെ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസുകളും അത് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്യണം? അടുത്തൊരാൾ പുതിയ ആൾ വരുന്നതാണെങ്കിൽ അത് അവർ പഠിച്ചിട്ട് വേണം അല്ലെ? അപ്പൊ ആ ഒരു സർവീസിന്റെ നിലവാരത്തിൽ അവിടെ വ്യത്യാസങ്ങൾ വരാം. കിട്ടിയോ? ഫോർത്ത് വൺ ക്ലിയർ ആണോ? ഫിഫ്ത് വൺ നോക്കി, ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. നോക്കി അവിടുത്തെ ലീവ് അല്ലെങ്കിൽ അവൈലബിലിറ്റി, സ്റ്റാഫിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? നോ ലീവ് റിലീഫ്. നമ്മുടെ ഇൻഹൗസ് സർവീസിൽ ഒരുപാട് അവധി ഇളവുകൾ നൽകുമോ? ഒരുപാട് അവധി ഇളവുകൾ നൽകുമോ ഇൻഹൗസ് സർവീസിലാവുമ്പോ? നിങ്ങളൊന്ന് ആലോചിക്കാൻ മനസ്സിലാവും. ഒരുപാട് അവധി ഇളവുകൾ നൽകാൻ പറ്റുമോ ഇൻഹൗസ് സർവീസിൽ? പറ്റില്ല. കാരണം എന്താ? എന്തുകൊണ്ടാണ് അവിടെ അവധി ഇളവുകൾ നൽകാൻ പറ്റാതെ? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ്? മേജർ ആയിട്ടുള്ള ഒരു കാരണം നമുക്കറിയാം. എന്തുകൊണ്ടാണ്? അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ് അല്ലെ? നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആളുകളാണുള്ളത്. അപ്പൊ അവിടെ ഒരാൾ വന്നില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അത്രയും കുറയില്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ അന്നത്തെ ഉത്സവ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന 5 പേര് അല്ലെങ്കിൽ 10 പേരുള്ളെങ്കിൽ അവർ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യേണ്ടതും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ ഒരാൾ വന്നില്ലെങ്കിൽ ആ ജോലികൾ അവിടെ എന്ത് ചെയ്യും? അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അവിടെ അധികം ലീവ് അവധി അറിയാം വർക്ക് തീരില്ല. അതായത് വർക്ക് തീരില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ലീവ് അവധികൾ അല്ലെങ്കിൽ അവധി ഇളവുകൾ അധികം നൽകാൻ ഇൻഹൗസ് സർവീസുകളിൽ സാധിക്കുന്നില്ല. അവർ കൊടുക്കുന്നതുമില്ല. അധികം വല്ല അത്യാവശ്യമുള്ള ലീവുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ലീവ് അവധികൾ അല്ലെങ്കിൽ അവധി റിലീഫ് ഒന്നും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കില്ല. അതേസമയം ഔട്ട്സോഴ്സ് സർവീസിലാവുമ്പോൾ എങ്ങനെയാ? കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ് സോ സ്പെസിഫൈഡ് ഇൻ ദ ടേംസ് ഓഫ് റെഫറൻസ്. ടേംസ് ഓഫ് റെഫറൻസ് അവര് കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതിന്റെ എന്താണ്? കരാറുകാരനുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കരാറുകാരന്റെ അഭിപ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എന്താണ് താല്പര്യത്തിനനുസരിച്ച് ഇവിടെ ലീവ് അവധികൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. കാരണം എന്താ? അവർക്കത് പ്രശ്നമല്ല. ഇന്നൊരാള് വന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് പകരം ഒരാളെ കൊണ്ടുപോകാൻ പറ്റില്ലേ?
പറ്റില്ലേ? ഇനി നാളെയാണ് അയാൾ പറയാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാവുള്ളൂ. 2 ദിവസം അവർ ലീവ് എടുത്താൽ അതിന് പകരം 2 പേര് അവരെന്ത് ചെയ്യും? അവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് അവിടെ ലീവ് റിലീഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഔട്ട്സോഴ്സ് സർവീസിലാണ് കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ. ക്ലിയർ അല്ലേ? അത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ആ ഒരു 5 പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും ക്ലിയർ ആവാത്തുന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടാ. ഓക്കെ ആണോ? ഫോർത്ത് പോയിന്റോ? ഫോർത്ത് പോയിന്റിൽ എന്താ നമ്മൾ പറഞ്ഞത്? കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിന്റെ തുടർച്ച. അപ്പൊ അവിടെ ജീവനക്കാര് നമ്മളെ ഒരു സ്ഥിരമായിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ് അവിടെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു നിലവാരമുള്ള സേവനം നമുക്ക് ഉറപ്പു പറയാൻ പറ്റും ഇല്ലേ? സ്റ്റാഫുകൾ ഇപ്പുറത്താകുമ്പോഴോ ഔട്ട്സോഴ്സിംഗ് സർവീസ് ആവുമ്പോഴോ അവിടെ സ്റ്റാഫുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് അതിൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൊടുക്കുന്ന സർവീസുകളുടെ നിലവാരത്തിൽ വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ ആയോ സനോൺ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നാളെ മറക്കണ്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചാപ്റ്റർ പഠിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.